പൂജയും തീർത്തിട്ട് പിന്നമ്മയെ വിളിച്ച് പറഞ്ഞ പിന്നമ്മേ പൂവൊക്കെ ക്ലീനാക്കി വെച്ചോളൂ, ഞാൻ വരുന്നുണ്ട്, ബാക്കി നമുക്ക് വെളുപ്പിനെ 3 മണിക്കുള്ള പൂജയ്ക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ ഓടി വന്ന് കുളിച്ച് ഫ്രഷായി നമ്മുടെ ക്ലാസ് എടുക്കാൻ നിൽക്കുകയായിരുന്നു. പിന്നെ എനിക്കറിയായിരുന്നു നിങ്ങളാരും പോവില്ല ഉണ്ടാവും എന്നുള്ള കാര്യം. ഹരേ കൃഷ്ണ. കാരണം ഇന്ന് എന്താ പറയുക, കാത്തിരുന്നു അല്ലേ. എന്തായാലും ഇന്ന് ഏകാദശിയല്ലേ, എനിക്ക് എന്നും ഏകാദശിയാണ് ഈ സമയത്തൊക്കെ. ഹരേ കൃഷ്ണ. നാളെ പ്രദോഷമാണ്. അപ്പോൾ പിന്നെ എന്തായാലും 3 മണിക്ക് നിങ്ങളും കൂടെ കാണുമല്ലോ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പൂജ ചെയ്യാമെന്ന് ആലോചിച്ചു. എന്ത് പറയുന്നു, ഹാപ്പി അല്ലേ? ഇടയ്ക്ക് ബ്രേക്ക് തരാം കേട്ടോ. ഇപ്പോൾ സമയം എത്രയായി? 12. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക് എടുക്കാം. കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ക്ലാസ് പോകാം. നമ്മൾ ഇന്ന് ശ്രീല പ്രഭുപാജിയുടെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഗുരുവായൂർ ഏകാദശി ദിനത്തോടനുബന്ധിച്ച് രാത്രി ഉറങ്ങാതെ ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തന്റെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് ഇപ്പോൾ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ശ്രീമതി രാധാറാണിക്കും കിച്ചൂടനും ഹാരം സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ജയന്തി മാതാജി ആൻഡ് ജ്യോതി മാതാജിയാണ്. രണ്ടുപേരും ചേർന്നാണ് ഹാരം സമർപ്പിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഹാരമാണ്. കൊണ്ടുവന്നപ്പോഴേ എല്ലാവരും പറഞ്ഞു വളരെ മനോഹരമാണെന്ന്. അതിട്ടപ്പോഴും കിച്ചൂടനെയും രാധാറാണിയെയും നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ അവർ സുന്ദരന്മാരാണ്. എന്നാലും ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്. എണ്ണ എടുത്തിട്ടില്ല. ഇത് നമ്മുടെ വിളക്കിൽ തിരി മാറ്റിയതുകൊണ്ടേ ആ തിരി ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയമെടുക്കും. അതാണ് പ്രശ്നം. അല്പ സമയമെടുക്കും തിരി ഒന്ന് സെറ്റായി വരാൻ. അപ്പോൾ നമ്മൾ ഇന്ന് വലിയൊരു ഭക്തൻ്റെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. പൊതുവേ നമ്മൾ അവതാരിക മുതൽ എല്ലാ പുസ്തകങ്ങളും അവതാരിക മുതൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് അവതാരിക എടുക്കുന്നില്ല. കാരണം അവതാരിക വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് പോവും. പിന്നെ ഓൾറെഡി നമ്മൾ അവതാരിക എടുത്തതൊക്കെ നമ്മുടെ പേജിലുണ്ട്. ശ്രീല പ്രഭുപാജിയുടെ ജീവചരിത്രം ഭാഗം 1 എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവതാരിക കിട്ടും. ആരാണ് ശ്രീല പ്രഭുപാജി? ശ്രീല പ്രഭുപാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ആചാര്യനാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഇസ്കോണിൻ്റെ ഒരു വലിയൊരു അടിത്തറയാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രീല പ്രഭുപാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഒരു ആത്മീയ ആചാര്യനാണ്. ഓക്കെ. ഈ ഒരു ആത്മീയ ആചാര്യൻ നമ്മൾക്ക് സമ്മാനിച്ചത് ലോകത്തെ തന്നെ വിലമതിക്കാനാവാത്ത സകല ബ്രഹ്മാണ്ടങ്ങളുടെയും അധിപനായിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനെയാണ്. കാരണം നമ്മൾ കേരളത്തിലാണ് ജനിച്ചത് അല്ലേ? പക്ഷെ കേരളത്തിൽ ജനിച്ച് നമ്മൾക്കറിയില്ലായിരുന്നു ചായ കുടിക്കരുത്, കാപ്പി കുടിക്കരുത്, അല്ലെങ്കിൽ ഉള്ളി വെളുത്തുള്ളി സവാള കഴിക്കരുത്, അല്ലെങ്കിൽ 16 മാല എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. ഇസ്കോൺ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെയാണ് നമുക്കിതെല്ലാം മനസ്സിലായത്. എന്താണ് വൈഷ്ണവ അപരാധങ്ങൾ, എന്താണ് നാമാപരാധങ്ങൾ അല്ലെ? ഇതൊക്കെ നമുക്ക് മനസ്സിലായത് ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. എന്നാൽ കേരളത്തിൽ പോലും ഇസ്കോൺ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഫെമിലിയർ ആയത് ഈ ഒരു 4 വർഷം കൊറോണയുടെ ഈ ഒരു സമയം മുതലാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയത്. ഇപ്പോഴും ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഫുൾ ഫോം എന്താണെന്നറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്, അതായത് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സംഘടന. ഓക്കെ. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനം. ഭഗവാൻ എന്താണെന്ന് ഇസ്കോണിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്താണ് വൈഷ്ണവ അപരാധങ്ങൾ, ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇസ്കോൺ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഇസ്കോണിന് അടിത്തറ പാകിയ മഹത് വ്യക്തിത്വമാണ് ശ്രീല പ്രഭുപാജി. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഗുരുപരമ്പര, അത് ഞാൻ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ക്ലാസ് എടുത്തരാം. ഓരോ ഗുരുപരമ്പരയിലെ, അതായത് നമ്മുടെ ഗുരുപരമ്പരയിലെ ഓരോരുത്തരെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തരാം.
പക്ഷെ ഇപ്പോൾ നമ്മുടെ ശ്രീല പ്രഭുപാദർജിയുടെ ജീവചരിത്രത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗുരുവിലൂടെയാണ് നമ്മൾ ആരെ അറിയുന്നത്? ഭഗവാനെ അറിയുന്നത്, ഈശ്വരനെ അറിയുന്നത്. അല്ലാതെ ഈശ്വരനിലൂടെ നമ്മളൊരു ഗുരുവിനെ അറിയുന്നില്ല. ഇപ്പോൾ ഈശ്വരൻ നമ്മൾ എന്തെങ്കിലും ഒരു അപരാധം ചെയ്തിട്ട് ഭഗവാനിൽ നിന്ന് നമുക്കൊരു അകൽച്ച സംഭവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. പക്ഷെ നമ്മൾക്ക് ഭഗവാനിലേക്ക് ഉള്ള ആ ഒരു അകൽച്ച, ആ ഒരു എന്താ പറയാ അകൽച്ച വന്നു കഴിഞ്ഞാൽ ഒരു ഗുരുവിന് അത് ശരിയാക്കി തരാൻ പറ്റും. ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇതുപോലെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് ഭഗവാനുമായിട്ട് അടുക്കേണ്ടത് എന്നുള്ളത് ഒരു ഗുരുവിന് പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ ഒരു ഗുരുവിനോട് നമ്മളൊരു നിന്ദ ചെയ്താൽ എന്ത് ചെയ്യും? ആര് വന്ന് നമുക്ക് പറഞ്ഞുതരും? ആരും പറഞ്ഞുതരില്ല. അപ്പോൾ ഗുരുനിന്ദ എന്ന് പറയുന്നത് മഹാപാപമാണ്. ഗുരുക്കന്മാരെന്ന് പറയുമ്പം നമുക്ക് എന്താ പറയാ പ്രത്യേക പർട്ടിക്കുലർ കാറ്റഗറി അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് ഏറ്റവും ചെറിയ അറിവുകൾ പകർന്നു തരുന്ന വ്യക്തി പോലും നമ്മുടെ ഗുരുവാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കുഞ്ഞറിവ് നമുക്ക് ആരാണോ പകർന്നു തരുന്നത് അവരും നമ്മുടെ ഗുരുവാണ്. ആ ഗുരുപാദത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പകരം വെക്കാനില്ലാത്ത ആത്മീയ ആചാര്യനാണ്. ഈ ആത്മീയ ആചാര്യൻ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ലോകമാകുന്ന ഗോലോകത്തെ എന്താ പറയുന്നത്, ഗോലോകത്തുള്ള ഒരു വലിയൊരു വ്യക്തിത്വമാണ്. മനസ്സിലായില്ലേ? അവിടുത്തെ ആളാണ് ശ്രീല പ്രഭുപാദജി. ഭഗവാനെ വിട്ട് ഒട്ടും മാറാൻ ഇഷ്ടമല്ലാത്ത ഒരാൾ. മാക്സിമം ലൈവ് ഷെയർ ചെയ്യണേ. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അഭയ് ചരൺ എന്നാണ് ശ്രീല പ്രഭുപാദജിയുടെ ആദ്യത്തെ നാമം, അഭയ് ചരൺ. അപ്പോൾ നമ്മളുടെ ശ്രീല പ്രഭുപാദജിയോട് പറഞ്ഞു, പ്രഭുപാദ് ഇങ്ങനെ ഭൂമിയിൽ പോയിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതൂ, അങ്ങനെ എല്ലാവരും എന്താണ് ഭക്തി അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് വിറ്റഴിക്കപ്പെടുന്ന, ഏറ്റവും സിമ്പിളായിട്ടുള്ള, എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗീത, അത് എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തത് നമ്മുടെ ശ്രീല പ്രഭുപാദജിയാണ്. ശ്രീല പ്രഭുപാദജിയുടെ ഗീതയാണ് ഗുരുവായൂർ മഞ്ജരീസിലൂടെ രാവിലെ ഞാൻ നിങ്ങൾക്ക് പ്രഭാത മഞ്ജരിയിൽ ക്ലാസ് എടുത്തിരുന്നത്. അപ്പം പ്രഭുപാദജി ആണെങ്കിലോ പോകാനേ ഇഷ്ടപ്പെടുന്നില്ല, ഒട്ടും പോകാൻ ഇഷ്ടപ്പെടും. രാജിയുടെ നമസ്കാരം, ഹരേ കൃഷ്ണ. അപ്പം ഒട്ടും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, ഭൂമിയിലേക്ക് വരാൻ. ഇല്ലേ ഭഗവാനെ, ഞാൻ പോവില്ല, ഞാൻ അങ്ങോട്ട് പോവില്ല, ഞാൻ ഭഗവാനെ വിട്ട് പോവില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അല്ല, പോയിട്ട് അവിടെ കലിയുഗത്തിൽ പെടുന്ന ഭക്തർക്ക്, അല്ലെങ്കിൽ അവിടെ എന്നെ അറിയാത്ത ഭക്തി എന്താണെന്ന് അറിയാത്ത കുറേ പേർക്ക് എന്താ പറയാ ധർമ്മത്തിന്റെ പാത കാണിച്ചു കൊടുക്കൂ. അത് പ്രഭുപാദന്റെ ഒരു കടമയാണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഭഗവാൻ പറഞ്ഞാണ് ശ്രീല പ്രഭുപാദജി ഭൂമിയിൽ എത്തുന്നത്. അതൊക്കെ കുറച്ചുകൂടെ ഡീപ്പ് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോഴേ മനസ്സിലാവില്ല. അത് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോൾ അത് എന്താ അപ്പം മാതാജി ഇങ്ങനെ പറയുന്നത് എന്നൊരു തോന്നൽ വരും. അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അങ്ങനെ അദ്ദേഹം എഴുതി എന്താ പറയാ ലോകമെമ്പാടും വ്യാപിപ്പിച്ചു കൃഷ്ണാവബോധം. ഓക്കെ, എത്രയോ എന്താ പറയാ ഈ മദ്യത്തിനും കഞ്ചാവിനും അടിമപ്പെട്ടവരെ പോലും അദ്ദേഹം ഭഗവാന്റെ ഭക്തിയിലേക്ക് ഉയർത്തിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന ആ സമയം, ശരീരം വിടുന്ന ആ സമയം പോലും ശ്രീല പ്രഭുപാദജി പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം എവിടെയാണ് പോയത്, എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത്, എത്രത്തോളം അതിന് എഫേർട്ട് എടുത്തു, ഇതൊക്കെ നമുക്ക് ഇന്ന് അറിയാം അല്ലേ? ശ്രീല പ്രഭുപാദജി എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വലിയ ഭക്തനാണ്. ആ ഭക്തന്റെ കഥയാട്ടോ നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. അധ്യായം 1, ഒറ്റയ്ക്കുള്ള പോരാട്ടം. എന്താണ്? ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് ശ്രീല പ്രഭുപാദജി നടത്തുന്നത്. 1965 ആഗസ്റ്റ് 13 കൽക്കത്തയിൽ, അതായത് ഇന്നത്തെ കൊൽക്കത്ത, 1965 കേട്ടോ, ഇപ്പൊ 2023 1965 ഓഗസ്റ്റ് 13 കൊൽക്കത്തയില് ജലദൂത സിന്ധ്യ സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ പതിവ് ചരക്ക് വാഹിനി കപ്പലാണ്. അതായത് ഒരു ചരക്ക് കപ്പലുണ്ട്. എന്താണ്? സിന്ധ്യ സ്റ്റീം നാവിഗേഷൻ കമ്പനി, അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ ഒരു ചരക്ക് കപ്പലാണ് എന്ത്? ജലദൂത എന്ന് പറയുന്നത്. അപ്പോ
അതില് ചരക്ക് കപ്പലൊക്കെ ആണെങ്കിൽ തന്നെയും ആ കപ്പലില് എന്താണ്, പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു മുറിയുണ്ട്, യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ആ കപ്പലിൽ ഒരു മുറിയുണ്ട്. അങ്ങനെ 1965 ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തില് ഈ കപ്പലിന്റെ കൽക്കത്ത മുതൽ ന്യൂയോർക്ക് വരെയുള്ള ഒരു യാത്ര തുടങ്ങുകയാണ്. കൽക്കത്ത മുതൽ ന്യൂയോർക്ക് വരെയുള്ള ഒരു യാത്ര 1965 ഓഗസ്റ്റിൽ തുടങ്ങുകയാണ്. ആ യാത്രയിൽ ആ പാസഞ്ചർ ക്യാബിൻ, അതായത് ആ കപ്പലിലെ പാസഞ്ചർ ക്യാബിനില് യാത്ര ചെയ്യാൻ വന്നത് ആരായിരുന്നു എന്നറിയാമോ? ശ്രീ അഭയ് ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി. ഹരേ കൃഷ്ണ. അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ എൻ്റെ എന്താ പറയുക, എൻ്റെ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും കയ്യിലൊക്കെ. അത്രയ്ക്ക് രോമാഞ്ചമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്തോ എനിക്ക് ഭഗവാനിലേക്ക് അത്രയ്ക്ക് അങ്ങ് എന്നെ അടുപ്പിച്ച, ഇപ്പോഴും എന്തെങ്കിലും ഒരു മനസ്സിലൊരു വിഷമം വന്ന് ഞാൻ ഉടനെ അപ്പൂപ്പ, എൻ്റെ ഭക്തി, ഗുരുവായൂരപ്പൻ, 16 മാല, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. ഇതുവരെ പ്രഭുപാജി എന്ന് ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചില്ല, അപ്പൂപ്പ. ആ ഒരു വിളിയിലാണ് ഞാൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. നമുക്കൊക്കെ അങ്ങനെ വിളിക്കാം, കാരണം നമ്മുടെ അപ്പൂപ്പൻ തന്നെയാണ്, നമ്മുടെ ഗ്രാൻഡ്പ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ശ്രീ അഭയ് ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ. വലിയ പേരാണ് കേട്ടോ, ഇതല്ല ചെറിയ പേരല്ല കേട്ടോ, വലിയ പേരാണ്. പക്ഷെ ഞാനിപ്പോൾ ഒന്ന് ചെറുതാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഇപ്പോൾ നമുക്കത് പറഞ്ഞാൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് മുഴുവൻ പേര് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് കൺഫ്യൂഷൻ അടിക്കണ്ട. ഇദ്ദേഹം മാലോകർക്ക് എല്ലാവർക്കും ഒരേ ഒരു വീട്, അത് അദ്ദേഹം പണിത വീടാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. ഒരേ ഒരു നിർബന്ധമേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. ഇസ്കോണിൽ വരുന്നവരാരും പട്ടിണി കിടന്ന് പോകരുത്, അവർക്ക് എപ്പോഴും ഭക്ഷണം ഉണ്ടാവണം. അന്നദാനത്തിന് അത്രയും അദ്ദേഹം പ്രസക്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം അന്നദാനം തന്നെ നമ്മൾ ഇന്ന് മഞ്ചരീസിലും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ജലദൂത എന്ന് പറയുന്ന കപ്പൽ എല്ലാവരും ഓർത്തു വെക്കണം. ജലദൂത എന്ന് പറയുന്ന ചരക്ക് കപ്പലിലാണ് ഇദ്ദേഹം 1965 എന്താണ്, കൊൽക്കത്ത മുതൽ ന്യൂയോർക്ക് വരെ, ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ എവിടെയാണ്? അമേരിക്കയിലാണ്. കൊൽക്കത്ത മുതൽ ന്യൂയോർക്ക് വരെയുള്ള ഈ ജലദൂത എന്ന് പറയുന്ന ചരക്ക് കപ്പലിൽ കേട്ടോ, ഇന്നത്തെ അത്ര ഒന്നും സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കരുത്, ഒന്നും പ്രതീക്ഷിക്കരുത്. കാലാവസ്ഥ പോലും നമ്മളുടെ എന്താ പറയാ, അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. പക്ഷെ അന്ന് ഒന്നുമില്ലാത്തൊരു കാലത്ത് കൊൽക്കത്തയിൽ ന്യൂയോർക്ക് വരെ 1965 അദ്ദേഹം യാത്ര ചെയ്യാണ്. ഓക്കെ, ആ കപ്പലിന്റെ പേരാണ് ജലദൂത. അന്ന് അദ്ദേഹത്തിന്റെ വയസ്സെന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? 69 വയസ്സ്. അതായത് 70 വയസ്സാവാൻ ഒരു വയസ്സിന്റെ കുറവ്. അപ്പൊ എത്രമാത്രം ക്ഷീണം ഉണ്ടാവും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അല്ലെ? അങ്ങനെ അദ്ദേഹത്തിന്റെ അപേക്ഷ പ്രകാരം അദ്ദേഹം അപേക്ഷിച്ചു അവരോട്, ആ കമ്പനിയോട്. ആ സമയത്ത് ആ കമ്പനി അദ്ദേഹത്തിന് സൗജന്യമായിട്ടാണ് യാത്ര കൊടുക്കുന്നത്. ശരി, ഫീസ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ പൈസയൊന്നും വേണ്ട, നിങ്ങൾ സൗജന്യമായി യാത്ര ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആഹാരവും കൊടുത്തു, കാരണം ഒന്നാമത് സീനിയർ സിറ്റിസൺ ആണ്. അപ്പൊ അതിന്റെ ഒരു കൺസിഡറേഷൻ അവർ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പം പൈസയൊന്നും വാങ്ങാതെ അദ്ദേഹത്തിന് അവര് ഫ്രീ ആയിട്ട് യാത്രയും ടിക്കറ്റും കൊടുത്തു. അന്ന് ഉണ്ടായിരുന്ന ക്യാപ്റ്റന്റെ പേരെന്ന് പറയുന്നത് അരുൺ പാണ്ഡ്യ എന്നായിരുന്നു. ആ അരുൺ പാണ്ഡ്യയുടെ നേതൃത്വത്തിലാണ് ആഗസ്റ്റ് 13 ആ കപ്പലിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അരുൺ പാണ്ഡ്യ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ബോറടിക്കില്ലല്ലോ? മനസ്സിലാവുണ്ടോ? ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും ഓരോന്നും പറയാൻ കാരണം നമ്മുടെ മെമ്മറിയിൽ നിൽക്കാനാണ് കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പം അരുൺ പാണ്ഡ്യയുടെ നേതൃത്വത്തില് അന്ന് ഓഗസ്റ്റ് 13 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കാണ് ജലദൂത എന്ന് പറയുന്ന കപ്പല് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോ? 1965 ഓഗസ്റ്റ് 13 രാവിലെ ഒരു വെള്ളിയാഴ്ച ദിവസം 9 മണിക്ക് അരുൺ പാണ്ഡ്യ എന്ന് പറയുന്ന കപ്പിത്താൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആ കപ്പല് കൊൽക്കത്തയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്നത്. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ഈ അരുൺ പാണ്ഡ്യയുടെ ഭാര്യയും കപ്പലിലുണ്ടായിരുന്നു. ഭക്തിവേദാന്ത സ്വാമി എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. എന്താ എഴുതിയെന്നറിയോ? എനിക്ക് കിട്ടിയിരിക്കുന്ന മുറി, അതായത് നമ്മുടെ പ്രഭുപാജിക്ക് കിട്ടിയിരിക്കുന്ന മുറി നല്ല സൗകര്യമുള്ള മുറിയാണ്. ശ്രീമതി സുമതി മോർജിയെ ഇത്രയധികം സൗകര്യങ്ങൾ ചെയ്തു തരാൻ പ്രേരിപ്പിച്ച, അതായത് സുമതി മോർജി എന്ന് പറയുന്ന ഒരാളാണ് ഈ റൂമും കാര്യങ്ങളൊക്കെ, അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഈ റൂമും കാര്യങ്ങളും ടിക്കറ്റും ഒക്കെ
റെഡിയാക്കി കൊടുത്തത്. അപ്പം ആ സുമതി മോർജിക്ക് കൃഷ്ണന്റെ അനുഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്തു തരാൻ തോന്നിയത്. ആ ഒരു സുമതി മോർജിക്ക് ഇത്രയും സൗകര്യങ്ങൾ ചെയ്യാൻ തോന്നിപ്പിച്ച കൃഷ്ണ ഭഗവാന് എൻ്റെ നന്ദി. നമ്മളാണ് എന്താ പറയാ, അയ്യോ അദ്ദേഹമാണ് എന്നെ സഹായിച്ചത്, താങ്ക് യു കേട്ടോ, അയ്യോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുപോയി നമ്മൾ തലയിലെടുത്ത് വെക്കും. പക്ഷെ പ്രഭുപാജി എന്താ ചെയ്തത് ഇവിടെ, ആ എന്താ പറയുന്നത്, സുമതി മോർജിക്ക് ആ മാതാജി ശീല പ്രഭുപാജിക്ക് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൃഷ്ണനാണെന്ന് പ്രഭുപാജി പറയുന്നു. അപ്പൊ ആ കൃഷ്ണൻ ഭഗവാനാണ് നമ്മുടെ പ്രഭുപാജി നന്ദി പറയുന്നത്. യാത്രയൊക്കെ വളരെ സുഖകരമായ യാത്ര തന്നെയാണ്. എന്നാൽ 14-ാം തീയതി ആയപ്പോ, 13-ാം തീയതിയാണ് യാത്ര ചെയ്യുന്നത്. ഒരു ദിവസം ആ ഡയറിയിൽ എഴുതി 13-ാം തീയതി യാത്രയൊക്കെ സുഖമാണ്, ഒന്നും കുഴപ്പമില്ല, നല്ല സൗകര്യപ്രദമായ മുറിയാന്നൊക്കെ. എന്നാൽ അടുത്ത ദിവസം 14-ാം തീയതി ആയപ്പോൾ അദ്ദേഹം ഒരു ഡയറിയിൽ എഴുതി, എന്താണെന്നറിയോ, കടൽ ചുരുക്ക്, ശീതമാന്ദ്യം, ഛർദി, ബംഗാൾ ഉൾക്കടലിൽ കനത്ത മഴ, കൂടുതൽ അസ്വസ്ഥത. ഈ ഡയറി ഇന്നും ഉണ്ട് കേട്ടോ, അവിടെ നമ്മുടെ വൃന്ദാവൻ ഇസ്കോണിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം എഴുതി 14-ാം തീയതി ആയപ്പോഴേക്കും കടലിങ്ങനെ ഭയങ്കര റോളിങ് വരില്ലേ, തിരമാല വരില്ലേ, അങ്ങനെയുള്ള ആ തിരമാലകള്, അതുപോലെ ഭയങ്കര തണുപ്പ്, ഛർദിക്കാൻ വരുന്നു, ബംഗാൾ ഉൾക്കടലിലൂടെയാണ് പോകുന്നത്, അവിടെ ഭയങ്കര കനത്ത മഴയുണ്ട്, അപ്പോൾ ഒട്ടും പറ്റുന്നില്ല. ഞാൻ എന്താ പറയാ, വല്ലാത്ത ഒരു അവസ്ഥയിലാണ് സത്യം പറയുകയാണെങ്കിൽ ഈ കപ്പൽ യാത്ര എന്ന് പറയുന്നത്. ഒരു കർക്കിടക മാസത്തിൽ ഞാൻ ലക്ഷദ്വീപില് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കോറൽ പേൾ എന്ന് പറയുന്ന ഒരു ഷിപ്പിലായിരുന്നു ഞാൻ യാത്ര ചെയ്തത്. ഒരു രണ്ട് വർഷം 3 വർഷം മുമ്പേ, മഞ്ചേരി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 6 to 7 months ബാക്ക്, ആൻഡമാനിലും മിനിക്കോയി കവരത്തി അവിടെയൊക്കെ ലക്ഷദ്വീപില്. അയ്യോ, ഇനി എനിക്ക് 1 കോടി രൂപ തരാൻ അമ്പിളി വരൂ എന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല, ഗ്യാരണ്ടി. അത്രയ്ക്ക് ടഫാണ് കപ്പൽ യാത്ര. ആദ്യം കയറിയപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഫസ്റ്റ് ടൈം യാത്രയായിരുന്നു ഷിപ്പ് യാത്ര. സന്തോഷമായിട്ടൊക്കെ പോകാമെന്നൊക്കെ കരുതി ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട്, സുമേഷ് തമ്പി, രാജേഷ് ചേട്ടൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഒത്തിരി പേര്. ഞങ്ങളെല്ലാവരും കൂടെ കയറി, എല്ലാവരും അടിച്ച് പൊളിച്ച്, സിംഗേഴ്സ് ഉണ്ടായിരുന്നു, ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു, കീർത്തന, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ടൊക്കെ ഞങ്ങൾ കയറി. അപ്പം വലിയൊരു ആഗ്രഹമായിരുന്നു കപ്പലിൻ്റെ മറ്റേ നമ്മുടെ ഇവരില്ലേ, എന്തുട്ടാ പറയുക, ഒരു കപ്പലിൻ്റെ സിനിമ ഉണ്ടായിരുന്നു, ടൈറ്റാനിക്കിൻ്റെ അവരിങ്ങനെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കില്ലേ, അതുപോലെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ ഫ്രണ്ടിലുള്ള അതിൻ്റെ മേളിലൊക്കെ ഞങ്ങൾ എങ്ങനെയോ ചെറിയ ഏണി വെച്ച് വലിഞ്ഞു പിടിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കയറി നിന്ന് അങ്ങനത്തെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ആ ഫോട്ടോ എപ്പോഴും ഉണ്ട്. പക്ഷേ തിരിച്ചിറങ്ങാൻ പേടിയായിരുന്നു, കയറിയ സ്പീഡ് ഇറങ്ങാനില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ കയറി കുറച്ച് അവിടുത്തെ ഫുൾ ചുറ്റി കണ്ടതിന് ശേഷം കിടന്നുറങ്ങി. അപ്പോൾ നമ്മുടെ സാധാരണ ഇതുപോലെയാണ്, ട്രെയിൻ പോലെയാണ്. ഒരു 2-3 മണിക്കൂറൊക്കെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ എന്തൊരു സുഖ, ഈ കപ്പൽ യാത്രയാണോ കഷ്ടപ്പാടെന്നൊക്കെ പറയുന്നത്. റോസും ജാക്കും വളരെ മോശം, ചേ നമ്മൾ രാവിലെ കയറി വൈകിട്ടായി, എന്നിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര സംഭവ ബഹുലമായ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കേ നമ്മുടെ ഒരു അനൗൺസ്മെന്റ് വന്ന് ഷിപ്പ് യാത്ര പുറപ്പെടാൻ പോവാന്ന്. അപ്പൊ ഇതുവരെ പോയില്ലേ, അത് മനസ്സിലായില്ല. കപ്പൽ പോയിണ്ടായിരുന്നില്ല, പോകാത്ത സമയമായിരുന്നു ഞങ്ങൾ കിടന്നുറങ്ങിയത്. പോയി തുടങ്ങിയപ്പം ശരിക്കും വിവരം അറിഞ്ഞു. ആ ഉറക്കം തന്നെ കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താ പറയുക, ഇങ്ങനെ കിടന്ന് ചരിയായിരുന്നു കപ്പൽ, ഒരു രക്ഷയില്ല. ഫുൾ വെള്ളം അങ്ങോട്ടേക്ക് ഫ്രണ്ടിലൂടെ അടിച്ചിട്ട് ഭഗവാനെ കുറെ പോയപ്പോഴേക്കും നെറ്റ്വർക്കും ഇല്ല. പിന്നെ ആർട്ടിസ്റ്റ് സുമേഷ് ചേട്ടൻ എന്നോട് ഇരിക്കുന്നത്, എടീ നമ്മളെങ്ങാണ്ടും മരിച്ചു പോലെ. ഞാൻ പറഞ്ഞ നിർത്ത് മനുഷ്യ, ഈ നടുക്കടലെത്തിയപ്പോഴാണ് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് പറയുന്നത്, മിണ്ടിപ്പോവരുത്. ഞാൻ ടൈറ്റാനിക് സിനിമ കണ്ടിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ, പേടിപ്പിക്കാത്ത മനുഷ്യ, ബോഡി പോലും കിട്ടത്തില്ല, നമ്മളൊന്ന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു. കാരണം പോണത് കർക്കിടക മാസത്തിൽ നല്ല മഴ. ഞാൻ ശരിക്കും വിചാരിച്ചു ഞാൻ മരിച്ചു പോയിന്ന്. അങ്ങനെയായിരുന്നു, ഭയങ്കരമായിട്ട് ഈ കടലിങ്ങനെ അടിച്ചു കീറാണ്. അപ്പം അതായത് തിരമാല ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഇങ്ങനെ തിരമാല വരുമ്പോൾ ഈ കപ്പൽ ഈ തിരമാലയെ ക്രോസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ആലോചിച്ച്, ഈ തിരമാലയുടെ കപ്പൽ തിരമാലയെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതേസമയം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ തിരമാലയുടെ വേവ്സിനനുസരിച്ച് തന്നെ കപ്പൽ ഇങ്ങനെ വരും. അപ്പം നമുക്ക് വലിയ പ്രശ്നമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതൊരു വല്ലാത്ത യാത്ര, ഇനി ഞാൻ പോകൂല,
ഗ്യാരണ്ടി ഇനി ഞാൻ പോകൂല, അത് ഞാൻ അന്നേ ഉറപ്പിച്ചതാ. അപ്പൊ ശ്രീല പ്രഭുപാജി ആ സമയത്ത് പോകുമ്പോഴുള്ള കാര്യം ആലോചിച്ച് നോക്കൂ. അവിടെ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും, ക്യാൻറ്റീനിൽ കഴിക്കാനിരുന്നപ്പോഴേക്കും പ്ലേറ്റിൽ തരും പരപ്പ് എന്ന് പറയുക, പരിപ്പ് കറിക്ക് പരപ്പ് ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു. എൻ്റെ മുന്നിൽ ഇങ്ങനെ പ്ലേറ്റൊക്കെ വെച്ച് ഞങ്ങളെല്ലാ ആർട്ടിസ്റ്റുകളും ഇങ്ങനെ നിരന്നിരിക്കുകയാണല്ലോ ക്യാൻറ്റീനിൽ. കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും എൻ്റെ പ്ലേറ്റ് കാണാനില്ല. എൻ്റെ പ്ലേറ്റ് ചരിഞ്ഞ് അപ്പുറത്തെ ആളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ശരിക്കും കപ്പൽ റോൾ ചെയ്യുമ്പോൾ ഈ പ്ലേറ്റ് അങ്ങ് പോവും. ഫുൾ അവിടുന്ന് അങ്ങോട്ട് വീഴും, ഇവിടുന്ന് ഇങ്ങോട്ട് വീഴും. ആകെപ്പാടെ ഒരു ബഹളമായിരുന്നു. എവിടേക്കോ കയറി കഴിഞ്ഞാൽ എവിടേക്കൊക്കെയോ എത്തും. അവസാനം ഞങ്ങൾ ആ ഷിപ്പിൻ്റെ മുകളിൽ ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ട്, അവിടെ ഇരുന്ന് നേരം വെളുപ്പിച്ചു എന്ന് വേണം പറയാൻ. സീരിയസ്ലി ഞാൻ എപ്പോഴെങ്കിലും സുമേഷ് ചേട്ടൻ്റെ ലൈവിൽ ഞാൻ കാണിച്ചിരാം, എറണാകുളത്ത് എപ്പോഴെങ്കിലും ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ. അയ്യോ ഞാൻ പറയും, എൻ്റെ പൊന്നു സുമേഷ് ചേട്ടാ എനിക്കൊന്ന് ഉറങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ആകെ മരിച്ചു പോകുന്നത്. പാവ ആ മനുഷ്യൻ്റെ മടിയിൽ തല വെച്ച് കിടന്നാണ് ഞാൻ അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയത്. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷോൾഡറിലും മടിയിലും ഒക്കെ തല വെച്ച് അങ്ങനെ കിടന്നാണ് ഞങ്ങൾ ഉറങ്ങിയത്. അന്ന് ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ എന്താ പറയുക, നാട്ടിലേക്ക് പോകാൻ വേറെ വല്ല ട്രാൻസ്പോർട്ടേഷനും ഉണ്ടോ, ഇനി തിരിച്ച് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ഈ കപ്പലിൽ ഞാൻ വരൂല, എമർജൻസി ഇവാക്യുവേഷനിൽ നിനക്ക് ഹെലികോപ്റ്ററിൽ പോകാമെന്ന്. ഞാൻ പറഞ്ഞു, അതിന് എനിക്ക് ഒരു അസുഖവും ഇല്ലല്ലോ ചേട്ടാ. പക്ഷെ ലക്ഷദ്വീപ് നല്ല പ്ലേസ് ആണ്, നല്ല ഭംഗിയുള്ള കടൽ. ഞാൻ കുറേ കോറൽസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു, അവിടെ എടുക്കാൻ പാടില്ല. വൊമിറ്റ് ചെയ്യുമെന്നോ എൻ്റെ പൊന്നു മാതാജി, ബ്ലഡ് വരെ വൊമിറ്റ് ചെയ്തവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആർട്ടിസ്റ്റുകൾ, ബ്ലഡ് വരെ. ഇതൊക്കെ കണ്ട് പേടിച്ച് ഞാൻ ടോപ്പ് കയറിയിരുന്നു ഒരു ദിവസം മുഴുവൻ, രാത്രി മുഴുവൻ. അപ്പോഴും വെള്ളം ഇങ്ങനെ അടിച്ചു വരും. എന്തെല്ലാം പ്രതിസന്ധികൾ എന്നറിയോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്താ പറയുക, നമ്മുടെ ക്യാപ്റ്റൻ്റെ റൂമിലൊക്കെ പോയി, ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണല്ലോ, അവിടെ ചെന്ന് കുറേ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. പക്ഷെ നമുക്കൊരു സേഫ്റ്റി വല്ലാത്തൊരവസ്ഥ. അപ്പം ആ അവസ്ഥയിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നു, 69ാമത്തെ വയസ്സിൽ ഇദ്ദേഹം പോയിരിക്കുന്നു. എനിക്ക് അതുമലാണ് ശ്രീല പ്രഭുപാജിയോട് ഇത്രയും അതും എവിടെ മുതൽ എവിടം വരെ, കൊൽക്കത്ത മുതൽ ന്യൂയോർക്ക് വരെ. ചിന്തിച്ചു നോക്കണം, ചെറിയ സ്ഥലമൊന്നുമല്ല. ഒരു രാത്രി കൊണ്ട് എത്തുന്ന ലക്ഷദ്വീപിലേക്ക് ഇനി എനിക്ക് ഒരു 10 കോടി രൂപ തരാറുണ്ടാലും ഞാൻ പോവില്ല. അപ്പൊ ശ്രീല പ്രഭുപാജി 69ാമത്തെ വയസ്സിൽ പോയിരിക്കുന്നു കൊൽക്കത്ത മുതൽ എവിടേക്ക്, ന്യൂയോർക്കിലേക്ക്. അതും എങ്ങനെ, ചരക്ക് കപ്പൽ. ഇത് പാസഞ്ചർ കപ്പലായിട്ടും ഇത്രയും നല്ല കിടക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടൊക്കെ അയ്യോ നാരായണ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞിട്ട് നമ്മളത് ഫുൾ സ്റ്റോപ്പ് ഇട്ട കാര്യമാണ്. ഹെലികോപ്റ്ററോ ഫ്ലൈറ്റോ ആണെങ്കിൽ ഓക്കെ, ഷിപ്പിലുള്ള പരിപാടി ഇനി ഇല്ല. കാട്ടിലെന്ന് പറഞ്ഞൊരു മഹാസംഭവമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അത് അതിൻ്റെ അകത്ത് എത്തിയാലേ പറക്കുന്ന മീനൊക്കെ കാണാം. പിന്നെ ഞങ്ങൾ കുറേ ചൂണ്ടയിട്ട്, കുറച്ച് കഴിയുമ്പോൾ കപ്പൽ ഇങ്ങനെ നിർത്തിയിടും അതിലുള്ള എംപ്ലോയീസിന് കിടന്ന് ഉറങ്ങാനും ഇതൊക്കെ ആയിട്ട്. അപ്പം ചൂണ്ടയിടുന്ന ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ചൂണ്ടയിട്ട്, ഞാൻ ആലോചിക്കുന്നത് ഭഗവാനെ എനിക്ക് എന്തെങ്കിലും ഒരു മീൻ കൊത്തനാന്നൊന്നും നമുക്ക് അറിയില്ല, എത്രയ്ക്ക് അങ്ങനെ മീനിനെ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊന്നും. എല്ലാ ഫ്രണ്ട്സും ചൂണ്ടയിടുമ്പോൾ ഞാനും ചൂണ്ടയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, എൻ്റെ ചൂണ്ടയിൽ ഒരു മീൻ കൊത്തും. അങ്ങനെ ഒരു കുഞ്ഞു നത്തോലി പോലത്തെ ഒരു മീനൊക്കെ അതിൽ കൊത്തി. എന്തൊക്കെയോ രസകരമായ ഒരു യാത്ര. എങ്ങും കടല്, അതാണ് അതിൻ്റെ അത്ഭുതം. കരയെ കാണാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ നമ്മൾ എത്തുമോ, ഉറപ്പാണോ, കറക്റ്റാണോ ഈ വഴിയൊക്കെ, ഇതൊക്കെ ഇവർക്ക് അറിയോ, ഇങ്ങനെ വരെ ചോദിച്ച സമയമുണ്ട്. സത്യം സൂര്യപ്രഭു ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഞാൻ പോവില്ല, ഇനി ഞാൻ ജീവിതത്തിൽ പോവില്ല, അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. അങ്ങനെ 19-ാം തീയതി, അതായത് 13-ാം തീയതി യാത്ര ചെയ്തു ശ്രീല പ്രഭുപാജി. 14-ാം തീയതി പ്രഭുപാജിക്ക് ഭയങ്കര വൊമിറ്റിംഗ് സെൻസേഷനും അങ്ങനെ പല പല പ്രശ്നങ്ങളായി. ഛർദി, തലകറക്കം, ഭയങ്കര തണുപ്പൊക്കെ ഫീൽ ചെയ്യും. കറക്റ്റാണത്. അങ്ങനെ 19-ാം തീയതി കപ്പല് സിലോൺ എന്ന് പറയുന്ന, അതായത് എന്താ പറയാ, ജ്യോതി മാതാജി ഒറ്റ പ്രാവശ്യം പോളും, പിന്നെ ജന്മത്ത് പോവും. എൻ്റെ അമ്മോ, കടൽ ചുരുക്ക് അതന്നെ. ശ്രീലങ്ക, പഴയ സിലോണിനെയാണ് ഇപ്പോഴത്തെ ശ്രീലങ്ക എന്ന് പറയുന്നത്. അവിടെ കൊളംബിയയിൽ എത്തിയപ്പം പ്രഭുപാജിക്ക് ആ ഒരു കടലിൽ ഉണ്ടാവുന്ന യാത്രയുടെ മനസ്സിങ്ങനെ മട്ടിപ്പായിട്ട് നിൽക്കില്ലേ, അതിൽ നിന്നൊക്കെ കുറച്ച് ആശ്വാസം കിട്ടി. അങ്ങനെ ക്യാപ്റ്റന്റെ കൂട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്ത് പുറത്തിറങ്ങി, കൊളംബിയയിൽ ഇറങ്ങി, ശ്രീലങ്കയിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം ക്യാപ്റ്റന്റെ കൂടെ തന്നെ ആ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട്, കാറിൽ ചുറ്റിക്കണ്ട് അദ്ദേഹം കൊളംബോ നഗരം, കൊളംബിയ അല്ല കേട്ടോ, ക്ഷമിക്കണം, കൊളംബോ നഗരമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് കപ്പല് ഇന്ത്യയുടെ എന്താ പറയാ, അമ്മേ, അങ്ങനെ കപ്പല് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കൊച്ചിയെ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള ക്യൂൻ സിറ്റി ഓഫ് കൊച്ചിൻ അല്ലേ, നമ്മുടെ കൊച്ചിയെ കുറിച്ച് പറയുന്നത് എന്താണ്, ക്യൂൻ സിറ്റി ഓഫ് കൊച്ചിൻ, അറബിക്കടലിന്റെ രാജ്ഞി.
നമുക്ക് പറയാൻ തന്നെ ഒരു സന്തോഷമാണ്. നമ്മൾ എവിടെന്നാ വരുന്നത് വെച്ചാൽ ഐ എം കമ്മിങ് ഫ്രം ക്യൂൺ സിറ്റി ഓഫ് കൊച്ചി എന്നൊക്കെ പറയുമ്പോഴത്തേ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ നമ്മളവിടെ അല്ലല്ലോ, നമ്മൾ കോഴിക്കോടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കപ്പല് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കൊച്ചിയെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോവാണ്. അപ്പൊ ഭഗവാന്റെ ആ ഒരു അവതാര ദിനം ജന്മാഷ്ടമി ആയിരുന്നു ഓഗസ്റ്റ് 20. ഈ കപ്പൽ കൊച്ചിയിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ ജന്മാഷ്ടമി നാളാണ്. ആ ഒരു സമയത്ത് ഭക്തിവേദാന്ത സ്വാമി എന്ത് ചെയ്തു, ഇതൊരു അവസരമാണല്ലോ ഭഗവാനെ കുറിച്ച് പറയാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരോടൊക്കെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം സ്വയം കുറച്ച് പ്രസാദമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു. കപ്പലിൽ വെച്ച് തന്നെ പ്രസാദമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. ഓഗസ്റ്റ് 21 അദ്ദേഹത്തിന്റെ 70-ാം പിറന്നാളാണ്. ഓഗസ്റ്റ് 20 ജന്മാഷ്ടമി, കപ്പൽ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ പിറന്നാള്, ശ്രീല പ്രഭുപാജിയുടെ പിറന്നാൾ, അതും 70-ാമത്തെ പിറന്നാൾ കേട്ടോ. അപ്പോ അത് കടലിൽ വെച്ച് ആഘോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ 20-ാം തീയതി എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ, പ്രസാദമൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും പ്രഭുപാജിയുടെ കുറെ അടുത്തു. അപ്പൊ 21-ാം തീയതി ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കപ്പല് കടലിലല്ലേ ഉള്ളത്, ഒന്നും ഒരു രക്ഷയില്ലല്ലോ, ഇതിന്ന് വിട്ടല്ലോ, കരയിൽ നിന്ന് വിട്ടല്ലോ. അപ്പൊ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് പോയി. ആ ദിവസം കപ്പല് കൊച്ചി തുറമുഖത്തെത്തി. 21-ാം തീയതി കേട്ടോ, കൊച്ചിയിലെത്തി. അവിടെ വെച്ച് ബോംബെയിൽ നിന്നും വന്നെത്തിയ ബോംബെയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുറെ ശ്രീമദ് ഭാഗവതത്തിന്റെ കുറെ എന്താ പറയാ ട്രങ്കുകൾ, അതായത് ബോക്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒന്നൊന്നായിട്ട് കൊച്ചിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബോംബെയിൽ നിന്ന് വന്ന കപ്പലിനെടുത്തിട്ട് കൊച്ചിയിൽ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ എന്താ പറയാ കപ്പലിലേക്ക് കയറ്റി. അയ്യോ, കപ്പല് വരുന്നത് കാണുമ്പോ പേടി മാത്രല്ല, ഇത് ലക്ഷദ്വീപിലെത്തിയപ്പോ ഈ കപ്പലിൽ നിന്ന് ഈ ബോട്ടിലോട്ട് ചാടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഞാൻ വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല, എനിക്കറിയാവുന്ന 33 കോടി ദൈവങ്ങളെ ഞാൻ വിളിച്ചു. എന്റെ പൊന്നു ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞോണ്ട്. അപ്പൊ എന്റെ പിന്നെന്ന് വേറെ ആൾക്കാർ പറയാം, അതെടി പറയടി നിന്നെ മാത്രം രക്ഷിക്കണേ എന്നും പറഞ്ഞോണ്ട് നീ ചാട്. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നെ പിടിക്കണേ ചേട്ടാ, അയ്യോ ഞാൻ വീണു പോവരുതേ, എന്റെ വീട്ടിൽ എനിക്ക് ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ചിന്തിക്കാൻ പറ്റില്ല. ഇനി പോവില്ല, ഇനി എന്ത് വന്നാലും പോവില്ല, ഉറപ്പാ. മരിക്കണ്ടെങ്കിൽ നാട്ടിൽ കരയിൽ വെച്ച് മരിച്ചോട്ടെ, കടലിലൊന്നും പോയിട്ട് മരിക്കണ്ട. അത് വല്ലാത്തൊരു അനുഭവം എൻ്റെ അമ്മേ. അങ്ങനെ ഒന്നൊന്നായിട്ട് കപ്പലിലേക്ക് കയറ്റി അദ്ദേഹത്തിന്റെ. അത് വേറൊന്നുമല്ല, ഞാനിപ്പോൾ എന്താ ചിരിച്ചതെന്ന് ഓർത്ത്, ഞങ്ങൾ ഈ ട്രോളി കൊണ്ടുപോയിണ്ടായിരുന്നേ. അപ്പം നമുക്ക് ഇതും പിടിച്ചുകൊണ്ടൊന്നും കപ്പലൊന്നും അധികം കയറാൻ പറ്റില്ലല്ലോ, എയർപോർട്ടിൽ പോണ പോലെ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് സുമേഷ് ചേട്ടനും രാജേഷ് ചേട്ടനും ഞാൻ പറയും, എടാ ഒന്ന് പിടിക്കും ഏട്ടാ, ഈ എൻ്റെ ബ്രീഫ് കേസ് ഒന്ന് പിടിക്കുമെന്ന് ചോദിച്ചു. കാരണം നമ്മുടെ കോസ്റ്റ്യൂം എല്ലാം അതിലാണല്ലോ. അങ്ങനെ അവരാണത് എടുത്തതും വെച്ചതൊക്കെ. തിരിച്ചു വരുമ്പോഴേ അവരെന്നോട് ചോദിക്കുക, എടി നീ വന്നമ്മു. ഞാൻ ചോദിച്ചു, എന്താ? നീ ഈ പെട്ടിയനല്ലേ കൊണ്ടുപോയത്? ഞാൻ പറഞ്ഞു, ഉവ്. അതേ, നമ്മുടെ നാട്ടിൽ നിന്നാണ് ലക്ഷദ്വീപിലേക്ക് സാധനങ്ങളെല്ലാം പോകുന്നത്. ആണേ? ഞാൻ പറഞ്ഞു, അതെ. തക്കാളി അടക്കം നാട്ടിൽ നിന്നാണേ പോകുന്നത് ലക്ഷദ്വീപിലേക്ക്? ഞാൻ പറഞ്ഞു, ഉവ്. പിന്നെ നീ എന്താ ഈ പെട്ടി ഇപ്പൊ തിരിച്ചുകൊണ്ട് വരുമ്പോ കൊണ്ടുപോകുന്നതിനേക്കാളും വെയിറ്റ് ഉണ്ടല്ലോ, നീ എന്താ ഇതിൽ വാരി നിറച്ചിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നും നിറച്ചില്ല ചേട്ടാ. സത്യം പറഞ്ഞോ, നീ ഇതിലെന്താ വാരി നിറച്ചത്? ഞാൻ പറഞ്ഞു, ഇച്ചിരി ശംഖ്. ഓഹോ, പിന്നെ? ഞാൻ പറഞ്ഞു, ശംഖ്, മറ്റേ പവിഴപ്പുറ്റുകൾ, ഇതൊക്കെയാ ചേട്ടാ അതിൻ്റെ. അതെനിക്ക് അവിടെയുള്ള ഓരോരുത്തർ തന്നതാ. അന്നേരം എടീ നിനക്കൊരു കാര്യം അറിയോ, ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന സാധനം നിലനിൽക്കുന്നത് ഈ പവിഴപ്പുറ്റിന്റെ മുള്ള, നീ അതിന്റെ അടിവേര് മാന്തിക്കൊണ്ടാണോ വരുന്നത്? നിന്റെ പെട്ടിക്ക് ഭയങ്കര വെയിറ്റ് ഉണ്ടല്ലോ എന്ന്. സംഭവം വെയിറ്റ് ഉണ്ടായിരുന്നു, അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതാലോചിച്ച് ഞാൻ ചിരിച്ചു പോയത്, അന്ന് ഉണ്ടായിരുന്ന ആ കോമഡി. അങ്ങനെ അദ്ദേഹത്തിന്റെ എന്താ പറയാ കൊച്ചിന്ന് അദ്ദേഹം യാത്ര ചെയ്യുന്ന കപ്പലിലേക്ക് ഫുൾ ബോംബെയിൽ നിന്ന് വന്ന കപ്പലിലുള്ള അദ്ദേഹത്തിന്റെ ഭാഗവതങ്ങളെല്ലാം കയറ്റി. അങ്ങനെ 23-ാം തീയതി ആയപ്പോഴേക്കും കപ്പല് ചെങ്കടലിൽ എന്ന് പറയുന്ന റെഡ് സീ ഉണ്ടല്ലോ, ചെങ്കടലിലേക്ക് പ്രവേശിച്ചു 23-ാം തീയതി ആയപ്പോഴേക്കും. അപ്പോൾ ഭക്തിവേദാന്ത സ്വാമിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ചെങ്കടലിലേക്ക് കയറിയപ്പോഴേക്കും. അദ്ദേഹം എന്ത് ചെയ്തു, ഡയറിയിൽ വീണ്ടും എഴുതി. എന്താണെന്നറിയോ, മഴയുണ്ട്, കടൽ ചുരുക്കുണ്ട്, അതുപോലെ തലവേദന എടുക്കുന്നു, ഭയങ്കരമായിട്ട് തണുക്കുന്നു, ഭക്ഷണമൊന്നും ദഹിക്കുന്നില്ല, ഛർദ്ദിക്കുന്നു. 2 ദിവസങ്ങൾക്കിടയിലായിട്ട് 2 തവണ അദ്ദേഹത്തിന് അറ്റാക്ക് വരെ വന്നു കപ്പലിൽ വെച്ചിട്ട്. ആലോചിച്ച് നോക്കണം,
2 ദിവസങ്ങൾക്കിടയിൽ 2 തവണ അദ്ദേഹത്തിന് അറ്റാക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, അറ്റാക്ക് വന്നു, ഇനി യാത്ര വേണ്ട, അങ്ങനെയൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. ഇല്ല, എനിക്ക് പോകണം, എനിക്ക് പാശ്ചാത്യ ദേശങ്ങളിൽ, അതായത് വിദേശ രാജ്യങ്ങളിൽ എനിക്ക് നിർബന്ധമായിട്ടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കണം, അതുകൊണ്ട് പോയേ പറ്റൂ, എൻ്റെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറില്ല എന്ന് അദ്ദേഹം നിശ്ചയമായിട്ട് അദ്ദേഹം ഒരു ദൃഢനിശ്ചയം പോലെ അദ്ദേഹം തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത എല്ലാ ദുരിതങ്ങളും ആ പാവം സഹിച്ചു. നമ്മളവിടെയൊക്കെ ആണെങ്കിൽ 70-ാം വയസ്സിൽ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ എന്തായിരിക്കും അവസ്ഥ? പാവം ഈ ശ്രീല പ്രഭുപാജി ആ കപ്പലിൽ കിടന്നാണ് 2 അറ്റാക്കും സഹിക്കുന്നത്. അങ്ങനെ തീവ്രമായിരിക്കുന്ന ആ 2 അറ്റാക്കും വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഒരുപാട് നാൾ അദ്ദേഹം ജീവിക്കില്ല, അതുറപ്പാണ്. എവിടെ? ഇതിലല്ലേ, നമ്മുടെ ലക്ഷദ്വീപിലല്ലേ, വെജില്ലപ്പ, ഫുൾ നോൺ വെജ്, ഫുൾ നോൺ വെജ്. നമ്മൾ പറഞ്ഞ് വെജ് ചെയ്യിപ്പിച്ചതാണ്. ഫുഡൊക്കെ ഒരു വേറെന്തോ ഒരു ടൈപ്പ് ഫുഡ്. മൊബൈലിനൊന്നും ഒരു റേഞ്ചുമില്ല, എല്ലാവരും വൈകിട്ട് ഇരുന്ന് പുറത്തിരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെ എന്തോന്നറിയോ, മെയിൻ അവരുടേത് എന്താണ്, ദീബി ഹൽവ, പിന്നെ മാസ് എന്ന് പറയുന്ന ഏതോ ഒരു വലിയ മീനിനെ അവർ ഉണക്കിയെടുത്ത് എന്തോ സൈസാക്കി അത് വെച്ച് എന്തോ കുക്ക് ചെയ്യും, നമുക്കറിഞ്ഞൂടാ അത്. അങ്ങനെ അത് ഭയങ്കര ഫേമസ് ആണ് ആ മാസ് എന്ന് പറയുന്ന ആ സാധനം, ദ്വീപിലുള്ള അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ്. പക്ഷെ നല്ല ദ്വീപി ലാംഗ്വേജ് വേറെയാണ്. ഹാലന്നി എന്നൊക്കെയാണ് ചോദിക്കുക, സുഖമാണോ എന്ന് പറഞ്ഞാൽ ഹാലന്നി അങ്ങനെയൊക്കെ ചോദിക്കുക. അങ്ങനെ ദ്വീപി ലാംഗ്വേജ് കുറേ ഉണ്ടായിരുന്നു. എനിക്ക് ആ ലാംഗ്വേജ് കുറച്ചൊക്കെ ആ സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പം മറന്നുപോയി. പക്ഷെ നല്ലൊരു രസം. ഞങ്ങളെ ഗവൺമെൻറ് തന്നെയായിരുന്നു നമ്മളെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതൊക്കെ. അയ്യോ, രസകരമായൊരു യാത്രയായിരുന്നു, ഇനി പോവില്ല. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് 2 അറ്റാക്ക് വന്നു, ഇനി എന്തായാലും ഇനിയൊരു വലിയ നാളൊന്നും എനിക്കില്ല. 3ാമതൊരിക്കൽ കൂടി അറ്റാക്ക് വന്നാൽ ഈ 2 പ്രാവശ്യം ഞാൻ പിടിച്ചു നിന്നതുപോലെ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ശ്രീല പ്രഭുപാജി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2ാം ദിവസത്തെ യാത്രയിൽ അദ്ദേഹത്തിന് ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം 2ാം ദിവസത്തെ യാത്രയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എന്താ അറിയോ, ഭഗവാൻ കൃഷ്ണൻ പല 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 രൂപങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് ഒരു നൗക, അതായത് ഒരു തോണി പോലത്തെ ഒരു സംഭവം ഇങ്ങനെ തുഴഞ്ഞിങ്ങനെ വരികയാണ് ഭഗവാൻ. അദ്ദേഹം ഭക്തിവേദാന്ത സ്വാമിയോട് പറയാണ്, വിഷമിക്കണ്ട, എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി എന്നിങ്ങനെ ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണം നമ്മുടെ ശ്രീല പ്രഭുപാജിക്ക് ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. സ്വപ്നത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു, നീ ഒന്നും വിഷമിക്കേണ്ട, ഹൃദയാഘാതം വന്നതിലൊന്നും വിഷമിക്കേണ്ട, നീ എൻ്റെ കൂടെ വന്നാൽ മതിയെന്ന്. അങ്ങനെ ആ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം ശ്രീല പ്രഭുപാജിക്ക് പിന്നീട് ഒരിക്കലും ആ നെഞ്ചുവേദന വന്നിട്ടില്ല. ഓക്കെ. അങ്ങനെ സെപ്റ്റംബർ 1-ാം തീയതി കപ്പല് സൂയസ് കനാൽ മുഖത്തിലേക്ക് കയറി. സൂയസ് കനാൽ എന്ന് കേട്ടിട്ടില്ലേ? സൂയസ് കനാൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കടലിടുക്കാന്ന് തോന്നുന്നുണ്ട്, മനസ്സിലായേ? സൂയസ് കനാൽ എന്ന് പറയുന്നത് കടലിടുക്ക്. അപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ നിങ്ങളോട്. അപ്പം സൂയസ് കനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവേശിച്ചു. അങ്ങനെ 2-ാം തീയതി പോർട്ട് സെയ്ദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കപ്പലെത്തി. ഭക്തിവേദാന്ത സ്വാമി വീണ്ടും അവിടെ ഇറങ്ങി ക്യാപ്റ്റന്റെ കൂടെ ആ സ്ഥലമൊക്കെ കണ്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. അങ്ങനെ 6-ാം തീയതി ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ കുറച്ചൊന്ന് ഭേദമായി, വലിയ കുഴപ്പമൊന്നുമില്ല. അസുഖം ബാധിച്ച ശേഷം ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത പൂരിയും കിച്ചടിയും ഒക്കെ എന്താ പറയുക, സാധാരണ പോലെ തന്നെ പ്രഭുപാജി കഴിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ കുറച്ചൊന്ന് സമാധാനമായിട്ട് വരുന്നു, ഇപ്പം പ്രശ്നമൊന്നുമില്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ഡയറിയിൽ എഴുതി. ഇനി സെപ്റ്റംബർ 10 വെള്ളിയാഴ്ചയായിട്ടോ കപ്പൽ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറച്ചും കൂടി ശ്രീല പ്രഭുപാജി സമാധാനമായിട്ടിരിക്കുകയാണ്, സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് വൃന്ദാവൻ ധാമാണ്, വൃന്ദാവനം. അവിടെ നിന്ന് അദ്ദേഹം എന്താ പറയുന്നത്, അദ്ദേഹം ചിന്തിക്കുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വൃന്ദാവൻ ധാമാണ്. അവിടെ എൻ്റെ രാധാ ഗോപിനാഥ് ജി ഉണ്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ കൃഷ്ണനുണ്ട്. അപ്പം അവരിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണല്ലോ ശ്രീല പ്രഭുപാജി ഇപ്പം എന്നിങ്ങനെ ആലോചിച്ചു.
കാരണം വൃന്ദാവനത്തിലാണല്ലോ ഭഗവാൻ ഉള്ളത്. അപ്പം അദ്ദേഹം ചിന്തിക്കുകയാണ്, അയ്യോ എനിക്ക് എൻ്റെ സ്ഥലത്ത് നിന്ന് ഞാൻ ഇത്രയും ദൂരെ ആയല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. ആ വിരഹം ശ്രീല പ്രഭുപാജിക്ക് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലാമൃതകളുടെ മാധുര്യം രുചിക്കുന്നതാണ് ഏക ആശ്വാസം. ശ്രീല പ്രഭുപാജി എഴുതിയിരിക്കുകയാണ്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് ആ ഒരു ഭഗവാന്റെ ലീലകളുടെ മാധുര്യം അതനുഭവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഒരു സമാധാനം. ഇപ്പം അദ്ദേഹം ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ മാത്രമാണ് ഞാൻ ഭാരതഭൂമി വിടുന്നത്. അതായത് നമ്മുടെ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണൻ തന്നെയാണല്ലേ. അപ്പം ആ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, പാശ്ചാത്യ ദേശങ്ങളിൽ എല്ലായിടത്തു പോയിട്ടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കണമെന്ന്. അപ്പം ഞാൻ രാവിലെ കാണിച്ചു തന്നിട്ടില്ലേ ശ്രീല പ്രഭുപാജിയുടെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കണമെന്ന്. അപ്പം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ ആഗ്രഹം, അതായത് സ്വന്തം ഗുരുവാണ്, ശ്രീല പ്രഭുപാജിയുടെ ഗുരുവാണ്. അപ്പം ആ ഗുരുവിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, പാശ്ചാത്യ രാജ്യത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ശ്രീല പ്രഭുപാജി ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്ക് പ്രത്യേകിച്ച് യോഗ്യതയൊന്നുമില്ല, എൻ്റെ ദിവ്യപൂജ ഗുരുനാഥൻ്റെ ആജ്ഞ തീരുമാനം അത് നിറവേറ്റുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ഗുരുനാഥൻ്റെ തീരുമാനം എന്താണോ അത് നിറവേറ്റണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഞാനിപ്പോൾ വൃന്ദാവനത്തു നിന്ന് ഒരുപാട് ദൂരെയാണ്. ഈ അവസ്ഥയിലും ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കാരുണ്യത്തിനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെഴുതി. അങ്ങനെ 1965 ആ ഒരു യാത്ര, സമുദ്രയാത്ര, ജലദൂതയെ സംബന്ധിച്ച് വളരെ ശാന്തമായ ഒന്നായിരുന്നു. ആ ഒരു ദിവസം ഭയങ്കര ശാന്തമായിട്ടാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജീവിതത്തിൽ ആ ഒരു നമ്മുടെ ആ കപ്പലിലെ കപ്പിത്താൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു നാവിക ജീവിതത്തിൽ ഒരിക്കൽ പോലും അറ്റ്ലാന്റിക് സമുദ്രം ഇത്രയും ശാന്തമായി കണ്ടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ക്യാപ്റ്റൻ പറയാണ് ശ്രീല പ്രഭുപാജിയോട്, ഒരിക്കൽ പോലും അറ്റ്ലാന്റിക് സമുദ്രം ഇത്രയും ശാന്തമായി ഞാൻ എൻ്റെ നാവിക ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് അത്ഭുതമായിരുന്നു. ശ്രീല പ്രഭുപാജിയുടെ മുമ്പിൽ ഈ കപ്പിത്താൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം നിറച്ച അത്ഭുതമായിരുന്നു. ഇത് കൃഷ്ണ ഭഗവാന്റെ കാരുണ്യം തന്നെയാണെന്ന് ശ്രീല പ്രഭുപാജി പറഞ്ഞു. ശരിയായിരിക്കാം, നിങ്ങൾ ഇത്രയും നാൾ കപ്പലിൻ്റെ സർവീസ് അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പം ഇങ്ങനെ ഒരു അറ്റ്ലാന്റിക് സമുദ്രം ഇത്രയും സിമ്പിളായി കിടക്കുന്നത് കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പം അങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രം സിമ്പിളായിട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ അത് ശ്രീല പ്രഭുപാജി പറയുന്നു ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം തന്നെയാണ് എന്ന്. ക്യാപ്റ്റൻ്റെ ഭാര്യ മിസ്സസ് പാണ്ഡ്യ പറയാണേ, തിരികെയുള്ള യാത്രയിലും അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രം എന്നല്ല, നമ്മൾ കടന്നു പോകുന്ന എല്ലാ സമുദ്രവും ശാന്തമായിരിക്കുന്നു. അതും നമ്മുടെ ശ്രീല പ്രഭുപാജി എവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രം അതിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രീല പ്രഭുപാജി ഒരിക്കലും ജീവിച്ചിരിക്കില്ല. അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല 70-ാമത്തെ വയസ്സിൽ. അത്രയ്ക്ക് രൂക്ഷമാണ് അറ്റ്ലാന്റിക് സമുദ്രം. എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അറ്റ്ലാന്റിക് സമുദ്രം അതിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ജീവനോടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഭഗവാൻ കൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റെടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്ന് 35 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ജലദൂത 35 ദിവസം കപ്പലിൽ, ആലോചിച്ച് നോക്കണം, കൊൽക്കത്തയിൽ നിന്ന് 35 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് 1965 സെപ്റ്റംബർ 17 രാവിലെ 5:30 ബോസ്റ്റണിലെ കോമൺവെൽത്ത് പിയറിൽ ഈ കപ്പൽ എത്തിച്ചേർന്നു. ഓക്കെ, അങ്ങനെ ന്യൂയോർക്ക് നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപായിട്ട് ബോസ്റ്റണിൽ കുറച്ച് സമയം കപ്പൽ നിർത്തിയിടുക എന്നുള്ളതൊരു തീരുമാനമായിരുന്നു. ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തെ കപ്പൽ കുറച്ചു നേരം നിർത്തിടുക. ബോസ്റ്റണിൽ ഭക്തിവേദാന്ത സ്വാമിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് പരിശോധന വേണ്ടി വന്നു. അവിടെ എന്താണ് ബോസ്റ്റണിൽ ഭക്തിവേദാന്ത സ്വാമിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ്, ആ ഒരു കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടി വന്നു. ഓക്കെ, അങ്ങനെ വിസയും അദ്ദേഹത്തിന് 1 മാസത്തെ
2 മാസത്തെ താമസത്തിനുള്ള അവകാശമാണ് ഉണ്ടായിരുന്നത്. വിസയുണ്ട്, ആ വിസ പ്രകാരം 2 മാസം മാത്രമേ അവിടെ നിൽക്കാൻ പറ്റൂ ആ നാട്ടിൽ. അവിടുത്തെ ഓഫീസർ എന്ത് ചെയ്തു, തിരിച്ചു പോകാനുള്ള തീയതി ആ പാസ്പോർട്ടിൽ മുദ്ര പതിപ്പിച്ചു കൊടുത്തു. ഓക്കെ, അങ്ങോട്ട് മുദ്ര പതിപ്പിച്ചു കൊടുത്തു. ബോസ്റ്റണിലൂടെ ഒന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞ് ക്യാപ്റ്റൻ എന്ത് ചെയ്തു, ക്യാപ്റ്റൻ പാണ്ഡ്യ നമ്മുടെ ഭക്തിവേദാന്ത സ്വാമിയെ വിളിച്ചു. അങ്ങ് വരൂ, നമുക്ക് എന്തായാലും ബോസ്റ്റണിൽ എത്തിയതല്ലേ, ഇവിടേക്ക് നടന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ക്യാപ്റ്റൻ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേരും കൂടെ നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റ് പോലത്തെ സ്ഥലത്തിലൂടെ അവരെത്തിച്ചേർന്നു. അവിടെ പഴയ പള്ളികൾ, ചരക്ക് സംഭരണശാലകൾ, ഔദ്യോഗിക മന്ദിരങ്ങൾ, ബാറുകൾ, പലതരത്തിലുള്ള പുസ്തകശാലകൾ, നിശാ ക്ലബ്ബുകൾ, പിന്നെ ചെറിയ ചെറിയ എന്താ പറയുന്നത് ഭക്ഷണശാലകൾ, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അങ്ങനെ പലതും അവിടെ ഇങ്ങനെ ആ മാർക്കറ്റിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശ്രീല പ്രഭുപാജി ഇതെല്ലാം നിരീക്ഷിച്ചു. ഇവിടെ എന്തൊക്കെയുണ്ട് എല്ലാം നിരീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ബോസ്റ്റണിലെ ഈ ഒരു ചെറിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആദ്യമായിട്ട് അദ്ദേഹം അമേരിക്കയിൽ കാലുകുത്തിയിരിക്കുകയാണ്. ആര്? ശ്രീല പ്രഭുപാജി. അതുകൂടാതെ കോമൺവെൽത്ത് പിയറിൽ വെച്ചിട്ട് മാർക്കീണ ഭാഗവത ധർമ്മ കൃഷ്ണാവബോധ പ്രചരണം അമേരിക്കയിൽ എന്ന തലക്കെട്ടിൽ ബംഗാളിൽ അദ്ദേഹം ഒരു കവിത രചിച്ചു. ബംഗാൾ ഭാഷയിൽ അദ്ദേഹം ഒരു കവിത രചിച്ചു. അങ്ങനെ അന്ന് കപ്പലിൽ വെച്ച് അദ്ദേഹം എഴുതിയ ആ കവിതയുടെ ചില ഭാഗങ്ങളാണ് താഴെ കൊടുക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ, അങ്ങ് ഈ നിരുപയോഗ്യനായിരിക്കുന്ന ആത്മാവിനോട്, ഒന്നുമല്ലാത്ത ഈ ആത്മാവിനോട് അങ്ങ് കരുണ കാട്ടി. എന്നാൽ അങ്ങ് എന്തിനാണ് ഈ കരുണ കാട്ടിയിരിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇനി അങ്ങ് എന്താ ആഗ്രഹിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടതായിട്ട് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്കിവിടെ എന്തൊക്കെ ചെയ്യണം? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭയാനകമായ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇതൊരു കവിതയാണ് കേട്ടോ. അപ്പൊ കവിതയിൽ നിന്ന് നമുക്കിപ്പോൾ ഇതൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഇവിടെ കൊടുത്തുന്നേ ഉള്ളൂ. ശ്രീല പ്രഭുപാജി എഴുതിയ കവിതയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരുപാട് ആൾക്കാർ രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം, ഇങ്ങനെയുള്ള ഗുണങ്ങൾ കൊണ്ട്, രജോ ഗുണവും തമോ ഗുണമാണ് ഇവിടുത്തെ ആൾക്കാർക്കിടയിൽ, കൂടുതൽ ആൾക്കാർക്കിടയിലുള്ളത്. ഭൗതിക ജീവിതത്തിൽ, ഈ ലോകത്തെ ജീവിതത്തിൽ അവരിങ്ങനെ മുഴുകി വളരെ സന്തോഷത്തോടു കൂടി, അവരിങ്ങനെ സംതൃപ്തിയോടു കൂടി ഇങ്ങനെ ജീവിച്ചു പോവാണ്. അതുകൊണ്ട് അവർ വാസുദേവന്റെ, കൃഷ്ണന്റെ ആധ്യാത്മിക സന്ദേശമൊന്നും കേൾക്കാൻ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല. അവരെങ്ങനെ മനസ്സിലാക്കും? ഞാൻ എങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കും? ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ആകെ വിഷമത്തിലാണ് ഭഗവാനെ. ശ്രീല പ്രഭുപാജി എഴുതിയ കവിതയിലാണ്. പക്ഷേ അങ്ങയുടെ എന്താ പറയുക, അതിരില്ലാത്ത കാരുണ്യം കൊണ്ട് എന്തും സാധിക്കുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഗൂഢതത്വജ്ഞനാണല്ലോ. ശ്രീല പ്രഭുപാജി എന്ന് പറയുന്നത് ഗൂഢതത്വജ്ഞനാണല്ലോ. ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഗൂഢതത്വജ്ഞനാണ്. അതുകൊണ്ട് അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പ്രചരണം കൃത്യമായി നടത്താൻ സാധിക്കുമെന്ന് ശ്രീല പ്രഭുപാജി ഒരു കവിതയിൽ എഴുതിയിരിക്കുകയാണ്. ഭക്തിയുത സേവനത്തിൻ്റെ ആ ഭാവങ്ങൾ അവരെങ്ങനെ മനസ്സിലാക്കും ഭഗവാനെ? എനിക്ക് അങ്ങയുടെ സന്ദേശം എങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കാൻ കഴിയുക? അങ്ങയുടെ കാരുണ്യത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ. അങ്ങയുടെ തീരുമാനത്തിനനുസരിച്ച് എല്ലാ ജീവികളും മായാശക്തിയാൽ നിയന്ത്രിത മായാശക്തിയാണ് നമ്മളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്നു എങ്കിൽ അങ്ങയുടെ ആ ഒരു തീരുമാനം കൊണ്ട് അവരെ മായയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണം ഭഗവാനെ. അവരെ മോചിപ്പിക്കണമെന്ന് ഞാൻ അങ്ങയോട് താഴ്മയായിട്ട് അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ മുക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങയുടെ ഈ സന്ദേശങ്ങൾ എന്തായാലും ഈ അമേരിക്കയിലുള്ള ആളുകൾക്ക് മനസ്സിലാവൂ എന്ന് ശ്രീല പ്രഭുപാജി പറഞ്ഞു. കൃഷ്ണാവബോധ തത്വങ്ങൾ ഞാൻ എങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക? ഞാൻ അങ്ങേയറ്റം ഭാഗ്യമില്ലാത്ത ഒരാളായിപ്പോയല്ലോ, കഴിവില്ലാത്ത ഒരാളായിപ്പോയല്ലോ. അവരെ കൃഷ്ണാവബോധ തത്വങ്ങൾ ബോധ്യപ്പെടുത്താൻ ഞാൻ അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ. കാരണം എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ കഴിയില്ല ഭഗവാനെ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായിട്ടാണല്ലോ അങ്ങ് എന്നെ ഇപ്പോൾ ഈ അമേരിക്കയിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ, എന്നൊരു വിജയിയോ പരാജിതനോ ആക്കാനുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കാണുള്ളത്. അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ എന്താ പറയുക വിജയിപ്പിച്ചോളൂ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങയുടെ ഇഷ്ടം എന്തോ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലയോ ജഗത് ഗുരു, ശ്രീല പ്രഭുപാജി എഴുതിയ കവിതയിലാണ് അല്ലയോ ജഗത് ഗുരു, എനിക്ക് അങ്ങയുടെ സന്ദേശം
ആവർത്തിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. അതുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്നു എങ്കിൽ എൻ്റെ സംസാര രീതി അവർ മനസ്സിലാക്കുന്നത് പോലെ ആക്കി തീർക്കണം. ഞാൻ എന്ത് പറയുന്നോ അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് ആക്കി തീർക്കണം. അങ്ങയുടെ ആ ഒരു കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ എൻ്റെ വാക്കുകൾക്ക് പരിശുദ്ധി ഉണ്ടാവൂ ഭഗവാനെ. ഈ അതീന്ദ്രിയ സന്ദേശം അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർ സന്തോഷിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖകരമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും അവർ മോചിക്കപ്പെടുകയും ചെയ്യും. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഭഗവാനെ. അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയുടെ കയ്യിലെ ഒരു കളിപ്പാവ മാത്രമാണല്ലോ കൃഷ്ണ. അതുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പാവക്കൂത്തിലെ പാവകൾ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ നൃത്തം ചെയ്യില്ലേ, അതേപോലെ ചെയ്യിപ്പിക്കാനാണെങ്കിൽ കൃഷ്ണ എന്താ പറയുക, എനിക്കറിയില്ല ഭഗവാനെ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഒന്നും ചെയ്യാൻ എനിക്കില്ലാത്ത പോലെ നിൽക്കേണ്ടി വരും കൃഷ്ണ. അതുകൊണ്ട് അങ്ങ് എങ്ങനെയെങ്കിലും എന്നെ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിപ്പിച്ചിട്ട് എന്ത് തരണം? എനിക്ക് സമാധാനവും സന്തോഷവും തരണം. എല്ലാവർക്കും കൃഷ്ണാവബോധ പ്രചരണം എനിക്ക് എത്തിച്ചു കൊടുക്കണം കൃഷ്ണ. അല്ലാതെ അങ്ങ് ഒരിക്കലും എന്നെ കളിപ്പാവയിലെ ആ എന്താ പറയുക പാവക്കൂത്ത് കളിക്കില്ലേ അതിലുള്ള ആളെപ്പോലെ ആ പാവകളെ പോലെ ആക്കി എന്നെ കൊണ്ട് നൃത്തമാടിപ്പിക്കരുത് കൃഷ്ണ. എന്നെ അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് ചെയ്തോളൂ. അങ്ങയുടെ ഇഷ്ടാനുസരണം അങ്ങ് എന്താ പറയാ അങ്ങേക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് ചെയ്തോളൂ. എനിക്ക് ഭക്തിയും ഇല്ല, ഒരു രീതിയിലുള്ള ഒരു അറിവും എനിക്കില്ല. കൃഷ്ണന്റെ ദിവ്യനാമത്തിൽ ഞാനിങ്ങനെ ഉറച്ചു നിൽക്കുന്നൊരു വിശ്വാസം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ഭക്തി വേദാന്ത എന്ന് പറയുന്ന ഒരു പേര് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ, ഗുരുവായൂരപ്പനോട് ശ്രീല പ്രഭുപാദി പറയണ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഭക്തി വേദാന്ത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തെ സാക്ഷാത്കരിക്കുമാറാകെ എന്നെ പ്രാപ്തനാക്കണം. ഭക്തി വേദാന്ത എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഭക്തി പ്രചരിപ്പിക്കുന്ന ആളാണ്. അങ്ങനെ എനിക്ക് ഭക്തി പ്രചരിപ്പിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പറയാണ്, ഇവിടെ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്? പാവക്കൂത്തിലെ പാവകളെ പോലെ നൃത്തമാടിക്കാനാണെങ്കിൽ ഭഗവാനെ എന്നെ അങ്ങ് ആ പാവയെ പോലെ അങ്ങയുടെ ഇഷ്ടാനുസരണം അങ്ങ് എന്നെ നൃത്തമാടിക്കൂ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ.
हरे कृष्णा सर्वम कृष्णा अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवन എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കാപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാപ്പിയൊക്കെ കുടിച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് റൂമിലൊക്കെ പോകണമെങ്കിൽ പോയിട്ട് തിരിച്ചു വരൂ. ഷാർപ്പ് 1:30 ക്ലാസ്. ഓക്കെ, അതാ പാട്ട് കേട്ട് ഉറക്കം വരുന്നുണ്ടല്ലേ. ഇനി സെപ്റ്റംബർ 19 കാര്യം നമുക്ക് കേൾക്കാം. ഷാർപ്പ് 1:30 വരണം കേട്ടോ. ഹരേ കൃഷ്ണ. हरे कृष्णा सर्वम कृष्णा अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ ജീവചരിത്രം 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവരും വായോട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. വൺ 1:30 എന്ന് പറഞ്ഞപ്പോൾ 1:30 വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാം. 1:15 സ്റ്റാർട്ട് ചെയ്യാന്ന്. ഇത് ഞാൻ പറഞ്ഞിട്ടല്ല, വിഷ്ണു പറഞ്ഞിട്ടാണ്. ഞാനൊന്ന് തല അങ്ങോട്ട് ചായ്ക്കട്ടെ. അതിനെ കൊണ്ട് പറ്റില്ല പാവം. അപ്പം എനിവേ നമ്മൾ ശ്രീല പ്രഭുപാജിയുടെ ജീവചരിത്രത്തിലെ 2ാം ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അദ്ദേഹം പറയുന്നു, ശ്രീല പ്രഭുപാജി പറയുന്നു, എനിക്ക് ഭക്തിയില്ല, ഒരു രീതിയിലുള്ള അറിവുമില്ല, കൃഷ്ണന്റെ ദിവ്യനാമത്തിൽ അടിയുറച്ച വിശ്വാസം മാത്രമാണ് എനിക്കുള്ളത്. എന്നിട്ടും എനിക്ക് ഭക്തി വേദാന്ത എന്ന് പറയുന്ന ഒരു നാമം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഭക്തി വേദാന്ത എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥം അത് സാക്ഷാത്കരിക്കുന്ന രീതിയിൽ, അത് പൂർണ്ണമാക്കുന്ന രീതിയിൽ എന്നെ പ്രാപ്തനാക്കി തരണം എന്നാണ് ശ്രീല പ്രഭുപാജി ഭഗവാനോട് പറയുന്നത്. അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം എന്താ പറയുന്നത്, ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട്, ഒരു കത്ത് പോലെ എഴുതി വെച്ചിട്ട് അദ്ദേഹം അതിൻ്റെ അടിയിൽ എഴുതി, നമ്മളിങ്ങനെ കത്ത് എഴുതിയാൽ സ്നേഹത്തോടെ എന്നൊക്കെ പറഞ്ഞ അടിയിൽ പേരെഴുതില്ലേ, അങ്ങനെ പേരെഴുതുന്നത് പോലെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും ഭാഗ്യഹീനനും നിസ്സാരനുമായിരിക്കുന്ന യാചകൻ. ഇവിടെയാണ് നമ്മൾ ശ്രീല പ്രഭുപാജിന്റെ ഭക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഏറ്റവും ഭാഗ്യഹീനനും നിസ്സാരനുമായിരിക്കുന്ന യാചകൻ AC ഭക്തിവേദാന്ത സ്വാമി. അദ്ദേഹം നിസ്സാരനുമാണ്, ഏറ്റവും ഭാഗ്യഹീനനുമാണ്. ഓക്കെ, ജലദൂത കപ്പലിൽ വെച്ച് കോമൺവെൽത്ത് പിയർ, ബോസ്റ്റൺ, മസാച്യൂസെറ്റ്സ്, USA, തീയതി സെപ്റ്റംബർ 18, 1965. അദ്ദേഹം എഴുതി വെച്ചാണ്. അദ്ദേഹം തന്നെ സ്വയം പറയുന്നു അദ്ദേഹം ഏറ്റവും ഭാഗ്യഹീനനാണ്, അതുപോലെ നിസ്സാരനുമായിരിക്കുന്ന ഒരു യാചകനാണ് എന്ന്. ഇവിടെ നമ്മൾ വാ തുറന്നാൽ പറയലെന്താ, ഞാൻ കൃഷ്ണഭക്തയാണ്, ഞാൻ കൃഷ്ണഭക്തനാണ്, എൻ്റെ അച്ഛനൊരു കൃഷ്ണഭക്തനായിരുന്നു, അല്ലേ? ഇതാണ് പറയാറ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും ഭക്തിയിലേക്ക് ഉയർന്നിട്ടില്ല, ഉയരേയില്ല, ഒരിക്കലും ഉയർന്നിട്ടുമില്ല, ഉയരേയില്ല. അത് നമ്മൾ തിരിച്ചറിയണം. സെപ്റ്റംബർ 19 തീയതി ജലദൂത ന്യൂയോർക്ക് തുറമുഖത്തേക്ക് കയറി. ജലദൂത ന്യൂയോർക്ക് തുറമുഖത്തിലേക്ക് കയറിയിട്ട് ബ്രൂക്ലിൻ പിയർ എന്ന് പറയുന്ന സ്ഥലത്ത്, അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ, ആ സ്ഥലത്ത് 17ാം നമ്പർ സ്ട്രീറ്റിന്റെ അടുത്ത് പോയിട്ട് കപ്പൽ അവിടെ നങ്കൂരം ഇട്ടു. ഓക്കെ, അങ്ങനെ ഭക്തിവേദാന്ത സ്വാമി നല്ല ഭയവഹമായിരിക്കുന്ന മഹാഹർട്ടൻ പ്രദേശത്തെ അമ്പര ചുംബിക്കുന്ന, അതായത് ആ ഒരു പ്രദേശത്തെ ഇങ്ങനെ എന്താ പറയുന്നത്, അമ്പര ചുംബിക്കുന്ന ഒരു സാഹിത്യപരമായിട്ട് അങ്ങ് എഴുതി വെച്ചിരിക്കുന്നതാണ്. കുറെ കുടിയേറ്റക്കാരാണ് അവിടെ ആ സ്ഥലത്തുള്ളത് കേട്ടോ. എന്താ പറയാ, ഒരുപാട് കുടിയേറ്റക്കാരുണ്ട് ആ സ്ഥലത്ത്. ആ പറയുന്ന ഈ കപ്പൽ നങ്കൂരം ഇട്ടിരിക്കുന്ന സ്ഥലത്ത്, വിജയലക്ഷ്മി മാതാജി, ആ ഒരു സ്ഥലത്ത് ഒരുപാട് കുടിയേറ്റക്കാരുണ്ട്. അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നിട്ട് വന്നിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ. അവരെല്ലാവരെയും ശ്രീല പ്രഭുപാജി അവിടെ കണ്ടു. ഓക്കെ, പിന്നെ കണ്ടത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അറിയാലോ, ഒരു കൂറ്റൻ പ്രതിമ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതും കണ്ടു. ഭക്തിവേദാന്ത സ്വാമി വസ്ത്രം ധരിച്ചിരുന്നത്, ഞാൻ നിങ്ങൾക്ക് പോയിന്റ് എടുത്തെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃന്ദാവന സ്വാമി, വൃന്ദാവനത്തിലൊരു സ്വാമി എങ്ങനെയാ വസ്ത്രം ധരിക്കുക അതുപോലെയാണ് ശ്രീല ഭക്തിവേദാന്ത സ്വാമി വസ്ത്രം ധരിച്ചത്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ തുളസി കൊണ്ടുള്ള ഒരു കണ്ടിമാല ഉണ്ടായിരുന്നു. ഉടുത്തിരുന്നത് ഒരു സാധാരണ പരുത്തി കൊണ്ടുള്ള ഒരു ധോത്തി മുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ജപമാലയുണ്ട്. പഴയ ഒരു ചദർ, അതായത് നമ്മൾ പറയില്ലേ ചദറിടുക എന്ന് പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ പുതയ്ക്കുന്ന ചദർ അല്ലെങ്കിൽ അംഗവസ്ത്രം, അങ്ങനെ ഒരു വസ്ത്രം. അദ്ദേഹത്തിന് നല്ല സ്വർണ്ണവർണ്ണമായിരുന്നു. ശ്രീല പ്രഭുപാജി നല്ല വെളുത്തിട്ടാണ്. ശിഖ ഒഴിച്ചാൽ, അതായത് ബാക്കിൽ ഇങ്ങനെ ഒരു ശിഖ പോലെ വെക്കില്ലേ കുറച്ചു മുടി, അതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തല ഫുൾ മുട്ടയടിച്ചിരിക്കുകയാണ്, മുണ്ടനം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു നെറ്റിത്തടം, നെറ്റിയിൽ വൈഷ്ണവ തിലകം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ ഇതിൽ വൈഷ്ണവ തിലകം ഇട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ സന്യാസിമാരുടെ ഇടയിൽ അത്രയ്ക്ക് കാണാത്ത മുൻഭാഗം ഇങ്ങനെ കൂർത്തിരിക്കുന്ന പോലത്തെ റബ്ബർ ചെരുപ്പുകളാണ് കാലിട്ടിരിക്കുന്നത്. മുൻഭാഗം ഇങ്ങനെ കൂർത്തിരിക്കും, അതുപോലെയുള്ള റബ്ബർ ചെരുപ്പുകൾ. പക്ഷെ ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ച് ഇതുപോലൊരു വൈഷ്ണവൻ ന്യൂയോർക്കിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം ന്യൂയോർക്ക് എന്ന് പറയുന്നൊരു വൻ നഗരമാണ്, വലിയ നഗരമാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു വൈഷ്ണവൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. നേരിട്ട് കാണുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി സ്വപ്നത്തെ പോലെ ആരും ചിന്തിക്കില്ല ന്യൂയോർക്ക് നഗരത്തില് ഇങ്ങനെ ഒരാൾ വരുന്നുള്ളത്. അങ്ങനെ ന്യൂയോർക്ക് നഗരത്തിലല്ല, എവിടെ എത്തിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതി മാറ്റില്ല, ഒരിക്കലും മാറ്റില്ല. അതിന് അദ്ദേഹം റെഡി അല്ല. ഓക്കെ, കാരണം ഇത് ഒരു വൈഷ്ണവ സന്യാസിയാണ്. വൈഷ്ണവ സന്യാസിമാർ എപ്പോഴും ഈ രീതിയിലേ വസ്ത്രം ധരിക്കൂ. അവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്ന ആ വസ്ത്രധാരണ രീതിയാണ്. പക്ഷെ ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏത് രീതിയിലുള്ള ആൾക്കാരെയും സ്വീകരിക്കുന്ന, എവിടെന്ന് ഏത് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെയും സ്വീകരിക്കുന്ന, അധികം ആരുടെ കാര്യവും നോക്കാതെ അവനവന്റെ കാര്യം നോക്കി നടക്കുന്ന അങ്ങനത്തെ ഒരു കഴിവ് ന്യൂയോർക്കിലുള്ള ആൾക്കാർക്കുണ്ട്. മനസ്സിലായില്ലേ? ആരെവിടെന്ന് വന്നാലും ശരി, ചെന്നൈയും അങ്ങനെയാണ്. ആരുടെ കാര്യം ആരും പറയില്ല, അവനവന്റെ കാര്യം മാത്രം. അപ്പുറത്ത് എന്തുണ്ട്, ഇപ്പുറത്ത് എന്തുണ്ട്, ഏതുണ്ട്, ഇതുണ്ട്, അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അവനവന്റെ കാര്യം മാത്രം. അങ്ങനെ ഒരു കഴിവ് ന്യൂയോർക്കിനുണ്ട്. ആര് വന്നാലും അവര് ആ സിറ്റി വരുന്ന ആൾക്കാരെ സ്വീകരിക്കും. ഇവിടെ ഇപ്പോ ഭക്തിവേദാന്ത സ്വാമിക്ക് ആരും ഇല്ല കൂട്ടിന്. അന്ന് ഞാൻ ഡബിങ്ങിന് പോയല്ലോ, അതുകൊണ്ടാണ്. ഭക്തിവേദാന്ത സ്വാമിക്ക് അദ്ദേഹത്തിന് അദ്ദേഹമല്ലാതെ ആരും കൂട്ടുന്നില്ല, ഒറ്റയ്ക്കാണ്. അതെ, എബ്രോഡ് ഓൾമോസ്റ്റ് അങ്ങനെയാണ്, ആരുടെ കാര്യവും നോക്കില്ല. പിന്നെ എനിക്ക് ഇന്നലെയും ഏകാദശിയായിരുന്നു, ഇന്നലെയും ഞാൻ ഉറങ്ങിയിട്ടില്ല, അതിന്റെ ക്ഷീണം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ സ്പോൺസറായ മിസ്റ്റർ അഗർവാൾ, ആരുടെ, നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ സ്പോൺസറിന്റെ പേരെന്താണ്? മിസ്റ്റർ അഗർവാൾ. ഈ അഗർവാള് പെൻസിൽവേനിയ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട്. ആ പെൻസിൽവേനിയ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഏതോ ഒരു ഭാഗത്താണ് അവർ ജീവിക്കുന്നത്, നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ സ്പോൺസർ. ഇവിടെ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിനെ എന്താ പറയാ സ്വീകരിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും എന്നാണ് ശ്രീല പ്രഭുപാജി കരുതുന്നത്. കപ്പലിൽ നിന്നും തുറമുഖത്തേക്ക് നോക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു ഐഡിയ ഇല്ല. ശ്രീല പ്രഭുപാജിക്ക് അമേരിക്കയിൽ പോയി ഇറങ്ങിയിട്ട് ആരെങ്കിലും അദ്ദേഹത്തെ വിളിക്കാൻ വന്നിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു ഐഡിയ ഇല്ല ശ്രീല പ്രഭുപാജിക്ക്. ഇനി കപ്പലിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് പോയിട്ട് എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയേണ്ടത് ഇതും അറിയില്ല. എന്നാലും എങ്ങനെയൊക്കെയോ തുറമുഖത്തിലെ ആ ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, പാസ്പോർട്ട് കാണിക്കാതെ ഇത് അതൊക്കെ കഴിഞ്ഞ് പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നിന്നും അഗർവാൾ കുടുംബം അയച്ച ഒരു ട്രാവലേഴ്സ് എയ്ഡിന്റെ പ്രതിനിധി അദ്ദേഹം കണ്ടു. എങ്ങനെയൊക്കെയോ ശ്രീല പ്രഭുപാജി അദ്ദേഹത്തിന്റെ സ്പോൺസർ അയച്ച ഒരു ആളുണ്ടായിരുന്നു പ്രതിനിധി. അവരെങ്ങനെയൊക്കെയോ ആ പാവം കണ്ടെത്തി. കയ്യിലുണ്ടായത് വെറും 40 രൂപ ശ്രീല പ്രഭുപാജിയുടെ കയ്യില്. ഈ ഒരു പൈസ എന്ന് പറയുന്ന ഒരു ന്യൂയോർക്കില് കുറച്ച് മണിക്കൂർ മാത്രമേ ഈ പൈസ ചെലവഴിക്കാൻ പറ്റൂ. 40 രൂപ എന്ന് പറയുന്നത് ഡോളർ ഉണ്ടായിട്ട് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് വെറും 40 രൂപയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അപ്പോ അദ്ദേഹം എന്താ പറയാ, ക്യാപ്റ്റൻ പാണ്ഡ്യയ്ക്ക് ഭാഗവതത്തിന്റെ 3 വോള്യങ്ങള്
ക്യാപ്റ്റൻ പാണ്ഡ്യല്ലേ, നമ്മുടെ ഈ വന്ന കപ്പലിന്റെ ജലദൂത കപ്പലിന്റെ ക്യാപ്റ്റനുണ്ട് പാണ്ഡ്യ. ആ പാണ്ഡ്യക്ക് ഭാഗവതത്തിന്റെ 3 വോള്യങ്ങൾ വിറ്റതില് അതിൽ നിന്ന് കിട്ടിയ $20 ശ്രീല പ്രഭുപാജിയുടെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? അതിൽ നിന്ന് കിട്ടിയ $20 ശ്രീല പ്രഭുപാജിയുടെ കയ്യിലുണ്ട്. പിന്നെ കയ്യിലൊരു കൊടയുണ്ട്, ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിടുന്ന പോലത്തെ ഒരു കൊട, ഒരു സ്യൂട്ട് കേസ്. ഇത്രയും കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയ ആ പ്രതിനിധിയുടെ കൂടെ നമ്മുടെ ശ്രീല പ്രഭുപാജി അങ്ങ് പോവാണ്. ദേ കണ്ടല്ലോ, ഇതാണ് ശ്രീല പ്രഭുപാജിയുടെ രൂപം. അങ്ങനെ ഇതൊക്കെയായിട്ട് നമ്മുടെ ശ്രീല പ്രഭുപാജി നേരെ ഈ സ്വീകരിക്കാൻ എത്തിയ ആളുടെ കൂടെ അങ്ങ് പോവാണ്. അവര് 2 പേരും കൂടെ ബസ് നിർത്തുന്ന സ്ഥലത്തേക്ക് പോയി. ഭക്തിവേദാന്ത സ്വാമി വെളുപ്പിനെ 4 മണിക്ക് പെൻസിൽവേനിയയിലുള്ള ആ ഒരു ബട്ട്ലറിന്റെ അഗർവാളിന്റെ വീട്ടിലെത്തി. അവിടെ ഗോപാൽ അഗർവാൾ അദ്ദേഹത്തിന്റെ സ്പോൺസർ പറഞ്ഞു, ശരി അങ്ങ് ഇവിടെ വിശ്രമിക്കൂ എന്ന് പറഞ്ഞു. ഒരു ചെറിയ സ്വീകരണ മുറി, അതുപോലെ തന്നെ ഭക്ഷണമുറി, അടുക്കള, മുകളിൽ 2 കിടപ്പുമുറി, പിന്നെ ഒരു കുളിമുറി, ഇത്രയേ ഉള്ളൂ. അഗർവാൾ കുടുംബം എന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയ കുട്ടികളുടെ കൂടെയാണ് ഈ സ്ഥലത്ത് താമസിക്കുന്നത്. ഗോപാൽ അഗർവാളും അദ്ദേഹത്തിന്റെ അമേരിക്കക്കാരിയായ ഭാര്യ സാലിയുമാണ് ഇവിടെ താമസിക്കുന്നത്. കുറച്ച് വർഷമായിട്ടുള്ള അവരവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. എങ്കിലും ചില സമയത്തൊക്കെ അവർക്ക് എന്താ പറയുക, അവരുടെ ആ ഒരു ചെറിയ സമയമാണെങ്കിൽ കൂടിയും സമൂഹത്തിൽ അവർക്ക് നല്ലൊരു പേരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പെരുമാറ്റം, സ്വഭാവം, അത് കാരണം ഒരു നല്ലൊരു പേരുണ്ട്. അതായത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു പേരുണ്ട്. അപ്പാർട്ട്മെന്റിലെ സ്ഥലപരിമിതി കാരണം, ചെറിയ സ്ഥലമല്ലുള്ളൂ, കുറച്ച് സ്ഥലമുള്ള കാരണം അവിടെ ഈ ഭാര്യ ഭർത്താവ് 2 മക്കൾ എന്നൊക്കെ പറയുന്നത് വളരെ സൗകര്യക്കുറവാണ്. അപ്പൊ എന്ത് ചെയ്തു, നേരെ YMCA ഒരു മുറി ശ്രീല പ്രഭുപാജിക്ക് വേണ്ടിയിട്ട് ഏർപ്പാടാക്കാന്ന് വിചാരിച്ചു. വാസ്തവം പറഞ്ഞാൽ അവിടെ താമസ സ്ഥലമായിരുന്നില്ല. അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയായിരുന്നു. ഈ എന്താ പറയാ, അഗർവാളിനും ഫാമിലിക്കും സത്യം പറഞ്ഞാല് അവർക്ക് പ്രശ്നം സ്വാമിയാണ്. കാരണം അവർ ചിന്തിക്കുന്നത് വെച്ചാൽ ഞങ്ങളിപ്പോ ഭാര്യ ഭർത്താവ് 2 മക്കളായിട്ട് ജീവിക്കുന്നു, സ്വാമിക്ക് ഇപ്പൊ എങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? സ്വാമി ഇങ്ങനെ വന്നിരിക്കുന്ന ഒരാളല്ലേ, അപ്പം അദ്ദേഹത്തിന് സെപ്പറേറ്റ് ഒരു മുറി കൊടുക്കാം. കാരണം പിള്ളേർ കരയും, ബഹളം, കിച്ചൺ, അത് ഇത്, സ്വാമിയുടെ ഇതിനത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് കരുതി. അപ്പോൾ ഈ സാലി എന്ന് പറയുന്ന മാതാജി, അതായത് ഈ അഗർവാളിന്റെ ഭാര്യ പറയാണ്, ഞങ്ങളൊരു ബുദ്ധിജീവി സംഘത്തിലെ അംഗങ്ങളായിരുന്നു, അതിനാൽ എൻ്റെ കൂട്ടുകാരെല്ലാം അദ്ദേഹത്തിൽ ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് അദ്ദേഹത്തോട് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ ഒരു എന്താ പറയുക, എന്ത് ചോദിക്കണം എന്നൊരു ഐഡിയ ഇല്ല. കാരണം ബുദ്ധിജീവികളെ പോലെയാണ് ഇവർ താമസിച്ചത്. അതിനുള്ള അറിവ് പോലും ഇവർക്ക് ആർക്കും ഇല്ല. ശ്രീല പ്രഭുപാജിയോട് എന്താ ചോദിക്കുക എന്നുള്ളതിന് പോലുള്ള അറിവ് പോലും ഇല്ല. ഇത് കഥാപുസ്തകത്തിൽ കാണുന്ന പോലെയാണ് ഒരു സ്വാമി ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ കാവ്യമൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. സ്വപ്നമാണെന്നാണ് തോന്നുന്നത്. പെൻസിൽവേനിയയിലെ ബട്ട്ലറിൽ ആരുടെയെങ്കിലും സ്വീകരണ മുറിയിൽ ആ സ്വാമിയെ ഒന്ന് കണ്ടു കിട്ടുന്ന ആരാ പ്രതീക്ഷിക്കുക അല്ലെ? ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇതുപോലൊരു സ്വാമി വന്നിരിക്കുന്നു, ആരും പ്രതീക്ഷിക്കുന്നില്ല അല്ലെ? അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് അവിടെയുള്ള ആൾക്കാർക്ക്. അമേരിക്കയുടെ മധ്യവരുമാന മാർഗത്തിന്റെ ഇടയിൽ സ്വാമിയെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണോ? ഒരിക്കലും അല്ല. ഇങ്ങനെയുള്ളൊരു അവസ്ഥയില്, അമേരിക്കക്കാരായ ഇങ്ങനെയുള്ളൊരു അവസ്ഥയില് ഇതുപോലൊരു സ്വാമിയെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. പെട്ടെന്നൊന്നും അങ്ങനെ കണ്ടുകിട്ടാൻ കഴിയില്ല. ഇതൊരു അത്ഭുതം തന്നെയാണ്. അമേരിക്കയുടെ മധ്യവരുമാന മാർഗത്തിന്റെ ഇടയില്, അതായത് ഒരു യാഥാസ്ഥിക ആൾക്കാർക്കിടയില് എന്താ പറയുന്നത്, അദ്ദേഹത്തെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ വലിയൊരു മഹത് വ്യക്തിത്വം അല്ലേ. അപ്പൊ ഒരുപാട് പണമുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ താമസിക്കുക, അങ്ങനെയാണ് ഇവർ സങ്കല്പിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ഒരാളെ വീട്ടില് ശ്രീല പ്രഭുപാജി വന്ന് താമസിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഈ അഗർവാളിന്റെയും സാലിയുടെയും അച്ഛനമ്മമാര് എത്രയോ ദൂരത്തുനിന്ന് പോലും വന്നു എന്നാ പറയുന്നത്. എത്രയോ ദൂരത്തുനിന്ന് വന്നു. അങ്ങനെ പിറ്റ്സ്ബർഗില് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം, ഈ സാലിക്ക് ഒത്തിരി ആൾക്കാരെ അറിയാം. അവരും വന്നു ആരെ കാണാൻ? ഈ ശ്രീല പ്രഭുപാജിയെ കാണാൻ. അങ്ങനെ എല്ലാവർക്കും സ്വാമി ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു.
പലപ്പോഴും അവർ അദ്ദേഹത്തോട് കാണിക്കുന്ന ആ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് സാലിനെയും അഗർവാളിനെയും ഒരുപാട് അമ്പരപ്പിച്ചു. സ്വാമിയെക്കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ ഇത്രയും താല്പര്യം കാണിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്തോ പണോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു ടൈപ്പ് റൈറ്ററും ഒരു കൊടയും. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കൊടയും ആ ടൈപ്പ് റൈറ്ററും വലിയ ഇഷ്ടമായിരുന്നു. എപ്പോഴും അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ആ കൊട ഇങ്ങനെ കയ്യിൽ കൊണ്ടുനടക്കും. അവിടെ കുറച്ച് തണുപ്പുള്ളത് കൊണ്ട് അദ്ദേഹം ആരോ ഒരു തൊപ്പി സ്വാമിക്ക് കൊടുത്തു. അങ്ങനെ സ്വാമി ആ തൊപ്പിയൊക്കെ ധരിച്ച്, അതൊരു നീന്തുമ്പോൾ ഇടുന്ന പോലത്തെ തൊപ്പി പോലെ, ഇങ്ങനെ നീളത്തിലുള്ളൊരു തൊപ്പി പോലെയാണുള്ളത്. അങ്ങനെ ഈ പ്രായമായ ഒരു അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ സാലിമാതാജി പറയുന്നു ഭയങ്കര ബുദ്ധിയാണെന്ന്. ആരെയെങ്കിലും ഒന്ന് രണ്ടാമത്തെ വട്ടം, ആദ്യ വട്ടം കണ്ടു കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടം ആ വ്യക്തിയെ കണ്ടാൽ ഉടനെ അദ്ദേഹം തിരിച്ചറിയും, നിങ്ങൾ അന്ന് വന്ന ഇന്ന ആളല്ലേ എന്ന് തിരിച്ചറിയും. അത്രയും ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന്. ആരെങ്കിലും അവരുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് കണ്ട ശേഷം മറ്റൊരിക്കലും എവിടെയെങ്കിലും വെച്ച് കാണുന്ന പക്ഷം അവരെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യും. പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരെ പേരെന്ന് പറഞ്ഞാൽ നമ്മളെ വായി നിൽക്കില്ല. അപ്പോൾ ഈ അപ്പാർട്ട്മെന്റിൽ ഈ സാലിയും അഗർവാളും ഒക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ട് പിന്നെ ആ അപ്പാർട്ട്മെന്റിൽ ആ വ്യക്തികളെ പിന്നെ വേറെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഉടനെ അങ്ങോട്ട് വിളിക്കും. ആ നിങ്ങൾ അവിടെ വന്ന ആളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വിളിച്ച് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർമ്മശക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയിൽ ആൾക്കാരൊക്കെ ഭയങ്കര അത്ഭുതം കൊണ്ട് നിൽക്കുകയാണ്. തങ്ങളുടെ എല്ലാവരുടെയും പേര് വളരെ കൃത്യമായിട്ട് ശ്രീല പ്രഭുപാജിക്ക് അറിയാം. അതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നത്. ഒരാളുടെ രണ്ടാളുടെ അല്ല, എല്ലാവരുടെ പേരും അറിയാം. കൂടാതെ അദ്ദേഹത്തിൻ്റെ കുറേ തമാശ നിറഞ്ഞ രീതികളും, പുറമേ കാണുമ്പോൾ ഭയങ്കര ഗൗരവമായിട്ടാണ് ആളെ കാണുക, പക്ഷെ ഭയങ്കര തമാശയായിട്ടുള്ള രീതിയാണ് ആളുടേത്. ഭയങ്കര തമാശയാണ് ആള്. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ആൾക്കാർ പറയുന്നത് ഒരു നർമ്മബോധമുള്ള, അതായത് തമാശയിലൂടെ കാര്യങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് ശ്രീല പ്രഭുപാജിയെ കാണുന്നത്. നേരിട്ട് കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഭയങ്കര എന്താ പറയുക ദേഷ്യക്കാരനാണെന്നൊക്കെ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ ആകർഷണീയമുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. ഭയങ്കര ആകർഷണീയത തോന്നും അദ്ദേഹത്തെ കാണുമ്പോൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എതിരേറ്റുള്ളവരിൽ വെച്ച് ഏറ്റവും മാന്യനായ അതിഥിയും അദ്ദേഹമായിരുന്നു. സാലിമാതാജി പറയുന്നു, എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്ത ഏറ്റവും മാന്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീല പ്രഭുപാജി തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കാൻ കഴിയാത്തപ്പോഴൊക്കെ ഒരുപാട് ഞാൻ ജപിച്ചുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കുക, അല്ലെങ്കിൽ ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ജപിക്കുമ്പോഴൊക്കെ ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര സംതൃപ്തനാണ്. അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് ഇരുന്ന് നോക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സാലിമാതാജി കേട്ടോ പറയുന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഇഷ്ടക്കേടൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് എപ്പോഴും കൂടെയുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമിപ്പിക്കലോ ബുദ്ധിമുട്ടിപ്പിക്കലോ ഒന്നും ആയിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. മറ്റു കുട്ടികളെ പോലെ എന്താ പറയുക ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രീല പ്രഭുപാജിക്ക് അങ്ങനത്തെ ഒരു പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടിയായിട്ടും എന്താ പറയുക ഭർത്താവായിട്ടൊക്കെ ഇവിടെ ജീവിക്കുന്നു, അതിലെന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം നല്ലൊരു അതിഥി തന്നെയായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വരുന്ന എൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും സിഗരറ്റ് വലിച്ചുകൊണ്ടൊക്കെയാണ് അവിടെ അദ്ദേഹത്തെ കാണാൻ വരിക. അപ്പം അദ്ദേഹം പറയും അതൊന്നും ശ്രദ്ധിക്കേണ്ട, അതിനെപ്പറ്റിയൊന്നും വിചാരിക്കേണ്ട, കാരണം അത് അദ്ദേഹത്തിന് അറിയാം എന്താണ് ഞങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ജീവിത രീതിയിലുള്ള ആൾക്കാരാണെന്ന് നമ്മുടെ ശ്രീല പ്രഭുപാജിക്ക് അറിയാം. ഞാനാകട്ടെ അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന് പുകവലിച്ചിട്ടില്ല. സാലിമാതാജി പറയണം, കാരണം അമേരിക്കൻ കൾച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, സ്ത്രീകളും വലിക്കല്ലോ. അപ്പോൾ സാലിമാതാജി പറയണം ഞാൻ ഇതുവരെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പുകവലിച്ചിട്ടില്ല. ഗോപാലിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഇരുന്ന് പുകവലിക്കാൻ പാടില്ലെന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് സാലി പറയാണ്. സാലിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഇരുന്ന് പുകവലിക്കാൻ പാടില്ല എന്ന് സാലിമാതാജിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സാലിമാതാജി ഇതുവരെ ശ്രീല പ്രഭുപാജിയുടെ മുമ്പിൽ ഇരുന്നൊന്നും പുക വലിച്ചിട്ടില്ല. അതുകൊണ്ട് ഏകദേശം അദ്ദേഹത്തോട് വളരെ അടുത്ത് പോലെയാണ് ഞാൻ അദ്ദേഹത്തോട് പെരുമാറുന്നത്. ആർക്കും ഒരു അസ്വസ്ഥതകളൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അങ്ങനെ സെപ്റ്റംബർ 22 ബട്ട്ലർ ഈഗിൾ എന്ന് പറയുന്ന ഒരു പേപ്പറിൽ ഒരു ലേഖനം വന്നു. എന്താണെന്നറിയോ, ഈ ഒരു കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് ഭാഷ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ ഹൈന്ദവ മതവിഭാഗത്തിലെ ഒരു ഭക്തൻ പാശ്ചാത്യ ലോകം സന്ദർശിക്കാനുള്ള സദ്യുദ്ധമം വിശദീകരിക്കുന്നു. അതായത് ഹൈന്ദവ മതം, നമ്മുടെ ഹിന്ദു മതത്തിലെ ഒരു എന്താ പറയുക ഒരു ഭക്തൻ, അങ്ങനെ ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തൻ പാശ്ചാത്യ ലോകം, അതായത് വിദേശ സ്ഥലങ്ങള്, ആ പാശ്ചാത്യ ലോകം സന്ദർശിക്കണം എന്നുള്ള ആഗ്രഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് അദ്ദേഹം ഈ പത്രത്തിൽ എഴുതുകയാണെന്ന് പറഞ്ഞിട്ടൊരു തലക്കെട്ടുന്നു. ഇതിനു മുമ്പ്
അഗർവാൾ സമിതിയിൽപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫർ വന്ന് വേദാന്ത സ്വാമിയുടെ ഫോട്ടോ ഒക്കെ നമ്മുടെ ആ സ്വീകരണ മുറിയിൽ വെച്ചിട്ട് ഒരു വോള്യം ഇങ്ങനെ തുറന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ, ഭാഗവതം ഇങ്ങനെ തുറന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് വാർത്തയുടെ തലക്കെട്ട് എന്തെഴുതിയെന്നറിയോ? ഭക്തിയോഗത്തിന്റെ പ്രതിനിധി. ആ പേപ്പറിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഭക്തിയോഗത്തിന്റെ പ്രതിനിധി. അങ്ങനെ ആ ഒരു പേപ്പറിൽ എഴുതി തുടങ്ങിയ ലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. എന്താണെന്നറിയോ? നിറം മങ്ങി തുടങ്ങിയ കാവി വസ്ത്രം ധരിച്ച് കാലിൽ സാധാരണക്കാർ കുളിമുറിയിൽ ഉപയോഗിക്കുന്ന റബ്ബർ ചെരുപ്പ് ഇട്ട് വളരെ മെലിഞ്ഞുണങ്ങിയ ഒരു തവിട്ട് നിറമുള്ള മനുഷ്യൻ ഇന്നലെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബട്ട്ലറിലെ YMCAയിലേക്ക് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ്. അദ്ദേഹം പാശ്ചാത്യ ജനതയ്ക്കായിട്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന സന്ദേശവാഹകനായിരിക്കുന്ന AC ഭക്തിവേദാന്ത സ്വാമിജി പ്രഭുപാദറാണത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ലേഖനം ശ്രീമദ് ഭാഗവതത്തെ വൈദിക സാഹിത്യമായിട്ടും ഭക്തിവേദാന്ത സ്വാമിയെ പണ്ഡിതനായ ഒരു ഗുരുവര്യനായിട്ടും വിശദീകരിച്ചു. ആ ഒരു ലേഖനം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലായ ഒരു വൈഷ്ണവ സന്യാസി വന്നിട്ടുണ്ടെന്നുള്ളത്. ജനങ്ങളിൽ ഈശ്വരാവബോധം പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യമെന്ന് സ്വാമിജി പറയുന്നു. എന്താ പറയുന്നത്? പത്രത്തിൽ എഴുതിയിരിക്കുന്ന ജനങ്ങളിൽ കൃഷ്ണാവബോധം വീണ്ടും വിത്തിട്ട് വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം, എൻ്റെ ലക്ഷ്യം. ഈശ്വരൻ സർവ്വജീവജാലങ്ങളുടെയും പിതാവാകുന്നു. ശരിയല്ലേ? ഗുരുവായൂരപ്പൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും പിതാവ്. ഇങ്ങനെ ആയിരക്കണക്കിന് വൈവിധ്യങ്ങളാർന്ന വളരെ വ്യത്യസ്തമായിരിക്കുന്ന രൂപങ്ങളിലുള്ള ജീവജാലങ്ങളിൽ വെച്ച് മനുഷ്യജന്മം എന്നത് പറയുന്നത് ജീവപരിണാമത്തിലെ ഒരു വിശിഷ്ട ഘട്ടമാകുന്നു. ഒരുപാട് ജീവജാലങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ വരും. പക്ഷെ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യജന്മത്തോളം പുണ്യമായ ഒരു ജന്മം വേറെ ഇല്ല എന്നാണ് പറയുന്നത്. അത്രയും വലിയ ജന്മമാണ് മനുഷ്യജന്മം. ഈ സന്ദേശം നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും പരിണാമ പ്രക്രിയ വഴി നമ്മൾ വീണ്ടും ഒരു പുഴുവായിട്ട്, പുല്ലായിട്ട്, വല്ല ഈച്ചയായിട്ട്, പാറ്റയായിട്ടൊക്കെ നമ്മൾ ജനിച്ച് അനേകായിരം ജന്മങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. ഭക്തിവേദാന്ത സ്വാമി എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിനെ പോലെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം സ്ത്രീകളെ കൊണ്ട് തൻ്റെ ആഹാരം ഒരിക്കലും തൊടിയിപ്പിക്കില്ല. അദ്ദേഹം എന്താ ചെയ്യുക? സ്ത്രീകൾ എൻ്റെ ആഹാരം തൊടണ്ടെന്ന് പറയും. 6 ആഴ്ചകൾ നീണ്ട യാത്രയിൽ പിന്നീട് അഗർവാൾ വസതിയിലും തൻ്റെ ഭക്ഷണം സ്വയം തയ്യാറാക്കുകയുണ്ടായത്. 6 ആഴ്ചകൾ അവിടെ അഗർവാളിൻ്റെ വസതിയിൽ താമസിച്ചിട്ട് പിന്നെന്താ ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ഭക്ഷണം അദ്ദേഹം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അരിയും പച്ചക്കറിയും റൊട്ടിയൊക്കെ ഒരേ സമയം ഉണ്ടാക്കുന്നതിന് വേറെ വേറെ അളവിൽ ആവി ലഭിക്കുന്ന പലതരത്തിലുള്ള പിച്ചള പാത്രങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിപ്പോഴും നമ്മുടെ ഇവിടെയുണ്ട്, വൃന്ദാവനം ഇസ്കോണിലുണ്ട് അദ്ദേഹത്തിൻ്റെ പാത്രങ്ങളൊക്കെ. അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് പാൽ മാത്രമേ അനുവദിക്കാൻ പറ്റൂ. അത് കുട്ടികൾക്കും വൃദ്ധന്മാർക്കുള്ള അത്ഭുത ആഹാരം എന്നാണ് ശ്രീല പ്രഭുപാദജി പറയുന്നത്. കുട്ടികളും വൃദ്ധന്മാരും കഴിക്കേണ്ട അത്ഭുത ആഹാരമാണ് പാല്. അമേരിക്കക്കാർ അവരുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പക്ഷം അവർക്ക് സന്തോഷവാന്മാരായി ഇരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അമേരിക്കക്കാർ അദ്ദേഹത്തിന് സമാധാനം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സമാധാനം കൊടുക്കും എന്നാണ് പറയുന്നത്. സാലി മാതാജി പറയണം, അദ്ദേഹം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു ബർണർ സിലിണ്ടർ മാത്രമേ ഉപയോഗിക്കൂ. ഏറ്റവും അടിയിലുള്ള പാത്രം ആവി ഇങ്ങനെ വരും. അതിൽ അദ്ദേഹം ദാല് അല്ലെങ്കിൽ പരിപ്പ് വേവിക്കും. പലതരം പച്ചക്കറികൾ വേവിക്കാൻ വേണ്ട ആവി ഈ ദാലിൻ്റെ അകത്ത് തന്നെ വരും. അങ്ങനെ ഒരാഴ്ചയോളം അദ്ദേഹം ഈ 3 അട്ടിയുള്ള പാത്രത്തിൽ ഒരേപോലെ ഉച്ചഭക്ഷണം തയ്യാറാക്കി. 11:30 മണിയോടെ വലിയ സദ്യവട്ടമൊക്കെ ഉണ്ടാക്കി ഗോപാല ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലെത്തും. ഞാൻ ഗോപാലിന് തയ്യാറാക്കി വെച്ചൊരു സാൻഡ്വിച്ചാണ് ഉച്ചഭക്ഷണത്തിനുണ്ടാവുക. സാലി എന്ന് പറയുന്ന ഗോപാലിൻ്റെ ഭാര്യയാണ്. അദ്ദേഹം ആ ലേഡി ഉണ്ടാക്കി വെക്കൽ, ആ മാതാജി ഉണ്ടാക്കി വെക്കൽ ഒരു സാൻഡ്വിച്ച് മാത്രമാണ്. അതും കഴിച്ച് അദ്ദേഹം ജോലിക്ക് പോകും. ഈ ഗോപാൽ. എന്നാൽ സ്വാമി പാകം ചെയ്യുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത് ബോധ്യപ്പെടാൻ ഞങ്ങൾക്ക് കുറേ നാളൊന്നും വേണ്ടി വന്നില്ല. അതിനുശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാമി പാചകം ചെയ്യാൻ തുടങ്ങി. ആ വിഭവങ്ങൾക്കൊക്കെ എന്തു രസമായിരുന്നെന്നോ ഇനി പറയാൻ കഴിയില്ല, അത്രയും രസമായിരുന്നു. ഞങ്ങളുടെ നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയെ പറ്റി ഞങ്ങൾക്കറിയാവുന്നതൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഈ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളുടെ ഏറ്റവും സന്തോഷമുള്ള സമയം എന്ന് പറയുന്നത് അമേരിക്കയെ പറ്റി എന്തറിഞ്ഞാലും അതെല്ലാം ശ്രീല പ്രഭുപാജിക്ക് പറഞ്ഞു കൊടുക്കും. അദ്ദേഹം ഇതൊന്നും തന്നെ മുമ്പ് കണ്ടിട്ടുമില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അദ്ദേഹത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് രസകരമായ അനുഭവമായിരുന്നു. ആര്? ശ്രീല പ്രഭുപാജി. ഒക്ര അല്ലെങ്കിൽ തണുപ്പിച്ച ബീൻസ് പാക്കറ്റുകൾ തുറക്കുക എന്നത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബീൻസിന്റെ പാക്കറ്റുകളില്ലേ, അത് തുറക്കുക എന്നുള്ളത്. എന്തെന്നാൽ അദ്ദേഹത്തിന് ബീൻസ് പിന്നെ കഴുകിയോ കഷ്ണങ്ങളാക്കിയോ ഒന്നും ചെയ്യണ്ട. എല്ലാ ദിവസവും എന്താ ചെയ്യുക, അദ്ദേഹം ഫ്രീസർ തുറന്ന് അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങൾ മാത്രം എടുക്കും ഇവരുടെ ഫ്രിഡ്ജിലെ. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. വാക്വം ക്ലീനർ ഉപയോഗിച്ച് തറ വൃത്തിയാക്കുമ്പോൾ അദ്ദേഹം എന്താ ചെയ്യാന്നറിയോ,
സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൗതുകത്തോടെ നോക്കും സാലി മാതാജി തറ വൃത്തിയാക്കുന്നത്. പിന്നെ ആ വാക്വം ക്ലീനറിൻ്റെ യന്ത്രത്തെക്കുറിച്ചൊക്കെ കുറേ നേരം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ സമയം ചെലവഴിക്കും. അത് വലിയ സന്തോഷമാണ് അവർ പറയുന്നത്. അങ്ങനെ എല്ലാ ദിവസവും അവരൊരു സദ്യ ഒരുക്കും. അന്നത് ആർത്തിയോടെ അവരെല്ലാവരും ചേർന്ന് കഴിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് പച്ചക്കറി കഷ്ണങ്ങളാക്കാൻ സഹായിക്കും ഈ സാലി മാതാജി, നമ്മുടെ ശ്രീല പ്രഭുപാജിക്ക്. അതിൽ മസാലകൾ ചേർക്കുമ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. സാലി മാതാജിയൊക്കെ പൊട്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ചെറിയ കാലയളവിൽ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മകളുടെ സ്ഥാനത്തായിരുന്നു എന്നെ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. ശ്രീല പ്രഭുപാജി മകളെ പോലെയാണ് നമ്മുടെ ഈ സാലി മാതാജിയെ കാണുന്നത്. അദ്ദേഹം ഒരു അസാധാരണ മനുഷ്യൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. സാധാരണ ഒരു മനുഷ്യനല്ല. സ്വാമിജി വന്നപ്പോൾ അവരുടെ മകൻ ബ്രിജിന് ആകെ 6 മാസം 7 മാസം ഉണ്ടായുള്ളൂ. പൊതുവേ എന്താ പറയുക, കുട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഇന്ത്യക്കാരെന്നാണ് ഇവർ പറയുന്നത്. സ്വാമിക്ക് ബ്രിജിലിനെ വലിയ ഇഷ്ടമായിരുന്നു. ബ്രിജ് ആദ്യമായി എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ സ്വാമിജി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രിജ് ആദ്യമായി എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമത്തിൽ വിജയിച്ചപ്പോൾ സ്വാമി പറയാണ്, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് പറയാണ്, ഏറ്റവും നല്ല കാര്യമാണ് ഈ കുട്ടി ചെയ്തിരിക്കുന്നത്. ഒരു ഉത്സവ ആഘോഷം പോലെയായിരുന്നു സ്വാമി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ബ്രിജിലിനെ സന്തോഷിപ്പിച്ചപ്പോൾ. മിക്കവാറും രാത്രിയിൽ അദ്ദേഹം തൊട്ടടുത്ത വീട്ടിൻ്റെ ബാക്കിൽ ചെന്നിട്ട് മുറ്റത്ത് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവരും പോയിരിക്കും. പലപ്പോഴും സ്വീകരണ മുറിയിൽ തന്നെയായിരിക്കും ഇവരെല്ലാവരും ഒത്തുകൂടുന്നത്. ഒരു ദിവസം അവരുടെ മകള് പമേലയ്ക്ക് എന്തോന്ന് പെട്ടെന്ന് പറ്റി. അവൾക്ക് 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവള് സൺഡേ സ്കൂളിലേക്കാണ് കൊണ്ടുപോകാറുണ്ടായിരുന്നത് കേട്ടോ. അവൾ അവിടെ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ സ്വാമിജി കാവ്യുടുപ്പും മറ്റുമൊക്കെ കാണുമ്പോൾ സ്വാമി യേശു എന്നാണ് ഈ കുട്ടി അവരെ വിളിക്കുന്നത്, ശ്രീല പ്രഭുപാജിയെ വിളിക്കുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് ഇവർക്കും അങ്ങനെ വ്യക്തമായില്ല. പക്ഷെ പിന്നെ വ്യക്തമായി തുടങ്ങിയപ്പോൾ ആ ഒരു അവസരത്തിൽ അവരെന്ത് ചെയ്ത് വീണ്ടും അദ്ദേഹത്തെ ആ കുട്ടി സ്വാമി യേശു എന്ന് വിളിക്കാൻ തുടങ്ങി. അന്നേരം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുഞ്ഞു കുട്ടി അവരെ നയിക്കട്ടെ, ഇതെല്ലാം വളരെ രസകരമായിരിക്കുന്ന അനുഭവങ്ങളാണ് എന്നാണ് പറഞ്ഞത്. നമ്മുടെ മാതാജി പറഞ്ഞ പോലെ ഞാൻ നല്ല ടയർഡാണ്, ഞാൻ ടെറസിൽ നടന്നിട്ട് വരാം, അതായിരിക്കും നന്നാവുക. കാരണം ഇവിടെ ഇങ്ങനെ ബാക്ക് പെയിൻ എടുക്കുന്നു ഇരുന്നിട്ട്. അങ്ങനെ ഒക്ടോബർ 13-ാം തീയതി എന്താണ്, അല്ല ഒരു മിനിറ്റ്, ഭക്തിവേദാന്ത സ്വാമി ലയൺസ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ സ്ഥലത്തും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം YMCAയിലും പെൻസിൽവേനിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സെന്റ് ഫിലറ്റ് സെമിനാരി കോളേജിലൊക്കെ സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാരണ പോലെ അഗർവാൾ വീട്ടിലെ അതിഥികളോടും അദ്ദേഹം സംസാരിക്കും. അങ്ങനെ അമേരിക്കയിൽ പ്രചരണം നടത്താൻ സാധ്യതകൾ ഒരുപാടുണ്ടെങ്കിലും അതിനായിട്ട് ഇന്ത്യയിൽ നിന്നും തനിക്ക് സഹായം ആവശ്യമായി വരുന്ന അദ്ദേഹം കണക്കുകൂട്ടി. അമേരിക്കയിൽ പ്രചരണം ചെയ്യാം, പക്ഷെ ഇന്ത്യയിൽ നിന്ന് സഹായം ലഭിക്കുന്നതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ബട്ട്ലറിൽ എത്തിയിട്ട് 1 മാസമായിട്ടും അമേരിക്കയിൽ 1 മാസത്തെ താമസം കൂടി അദ്ദേഹത്തിനുള്ളൂ. അതുകൊണ്ട് കാലാവധി തീരുന്നതിന് മുമ്പേ അദ്ദേഹം ന്യൂയോർക്ക് നഗരത്തിൽ പ്രചരണം ചെയ്യണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് വിസയൊക്കെ അടിച്ചു കിട്ടുള്ളൂ. പക്ഷെ തൽക്കാലം ഫിലാഡൽഫിയയിലേക്കാണ് പോകേണ്ടത്. എന്തെന്നാൽ അവിടുത്തെ പെൻസിൽവേനിയ സർവകലാശാലയിലെ സംസ്കൃതം പ്രൊഫസറായ ഡോക്ടർ നോർമൻ ബ്രൗണുമായിട്ട് ഒരു ദിവസം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ശ്രീല പ്രഭുപാജി. ഒരു സന്യാസി എന്ന നിലയിൽ ഭക്തിവേദാന്ത സ്വാമിക്ക് ഒരിടം വിട്ട് മറ്റൊരിടം, അവിടെ വിട്ട് വേറൊരിടം, ഇങ്ങനെ പോകാന്നുള്ള അതൊരു ശീലമായിരുന്നു. ഒരു പരിവ്രാജകനായിരിക്കുന്ന പ്രചാരകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ബട്ട്ലറിലെ YMCAയുടെ ശാന്തമായ ജീവിതത്തോട് വിട പറയുന്നതിൽ വിഷമമൊന്നുമില്ല. അദ്ദേഹത്തിന് അങ്ങനെ എവിടേക്ക് മാറിയാലും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, അദ്ദേഹം മാറിക്കോളും, ഒന്നും പ്രശ്നമില്ല. കൂടാതെ അഗർവാൾമാരുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുക, സാലി അഗർവാളുമായിട്ട് വാക്വം ക്ലീനർ, അത് തണുപ്പിച്ച പദാർത്ഥങ്ങൾ, അമേരിക്കയിലെ ജീവചരിത്രങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുക. ഇക്കാര്യങ്ങളിലൊന്നും തന്നെ സത്യത്തിൽ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമൊന്നുമില്ല ശ്രീല പ്രഭുപാജി. പക്ഷെ ഇവരൊക്കെ എന്തെങ്കിലും സംസാരിച്ച് കിട്ടാൻ വേണ്ടി ശ്രീല പ്രഭുപാജി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്നാൽ ബട്ട്ലറിലുള്ള അദ്ദേഹത്തിൻ്റെ താമസം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്കൊക്കെ വലിയ സഹായമായി. കാരണം വെച്ചാൽ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അമേരിക്കയിലെ ജീവിതാനുഭവങ്ങൾ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നല്ല തൃപ്തികരമാണെന്നുള്ള സന്ദേശങ്ങളും എന്താ പറയുക വിനിമയ യോഗ്യമാണെന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടായത്. എല്ലാ കാര്യങ്ങളും ഭംഗിയാവും, ആരോഗ്യനിലയൊക്കെ ഓക്കെയാണെന്നുള്ള അങ്ങനെ ആശയവിനിമയങ്ങളൊക്കെ ഈ പറയുന്ന ബട്ട്ലറിൻ്റെ ഈ സ്ഥലത്ത് വെച്ചിട്ടുണ്ടായി. അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ സസ്യാഹാര രീതിക്ക് പോരുന്ന രീതിയിലുള്ള ഭക്ഷണ സാമഗ്രികളൊക്കെ കിട്ടും. വെജിറ്റബിൾസ് ഒക്കെ അമേരിക്ക കിട്ടും. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഉച്ചാരണം അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് ഭക്തിവേദാന്ത സ്വാമിക്ക് വലിയ താല്പര്യമായി.
അദ്ദേഹം പറയുന്ന ഇംഗ്ലീഷ് അപ്പുറത്തുള്ളവർക്കും ഇപ്പുറത്തുള്ളവർക്കും മനസ്സിലാവുന്നുണ്ട്. കൂടാതെ എല്ലായിടത്തും ഓരോ സ്ഥലത്ത് ഒറ്റപ്പെട്ട പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല, അതിൽ നിന്ന് പൈസയൊന്നും കിട്ടുന്നില്ല. സുസ്ഥാപിത മതങ്ങളുടെ വിഭാഗങ്ങളിൽ എതിർപ്പുണ്ടാകുന്നെങ്കിലും വ്യക്തിപരമായ ചിലർ തൻ്റെ സന്ദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കുറച്ച് ആൾക്കാരൊക്കെ ശ്രീല പ്രഭുപാജിയെ വല്ലാതിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചു പ്രഭാഷണം എടുക്കുന്നതിന്. പക്ഷെ കുറേ ആൾക്കാർക്ക് ശ്രീല പ്രഭുപാജിയുടെ പ്രഭാഷണം ഇല്ലാതെ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒക്ടോബർ 18, 2 പാരഗ്രാഫും കൂടി എടുത്ത് നിർത്താം. ഒക്ടോബർ 18 അദ്ദേഹം ബട്ട്ലർ വിട്ടിട്ട് ഫിലാഡൽഫിയ വഴി ന്യൂയോർക്കിലെ നഗരത്തിലേക്ക് എത്തി. ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സ്വാമിജിയോട് ഒരു പ്രത്യേക ആകർഷണം വന്നു എന്നാണ് സാലി മാതാജി പറയുന്നത്. അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരു തരത്തിലുള്ള സംരക്ഷണം ലഭിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹത്തിന് നല്ലൊരു ഒറ്റപ്പെടലിൽ സ്വാമി ഒരു ശക്തിയാണെന്ന് തോന്നി. എന്നാൽ അദ്ദേഹത്തിന് ഫിലാഡൽഫിയയിലേക്ക് പോകാനാണ് ഏറ്റവും ഇഷ്ടം ശ്രീല പ്രഭുപാജിക്ക്. ആ സാലി മാതാജിക്കാണെങ്കിൽ അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അവിടെ പ്രഭാഷണം നടത്തിയതിനു ശേഷം പിന്നെ ന്യൂയോർക്കിലേക്ക് പോകുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ന്യൂയോർക്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരാൾ പോലും ന്യൂയോർക്കിലില്ല ശ്രീല പ്രഭുപാജിക്ക് പരിചയമുള്ള. ഫിലാഡൽഫിയയിലെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ശക്തമായിട്ടില്ലെങ്കിൽ കൂടി തന്നെയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. എനിക്കത് ഉൾക്കൊള്ളാവുന്നതിലും പറ്റിയ ഏറ്റവും വലിയ വിഷമമായിരുന്നു എന്നാണ് നമ്മുടെ സാലി മാതാജി പറയുന്നത്. ആ ചിന്ത സാലി മാതാജി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുത്തി, എന്താ പറ്റിയ. അദ്ദേഹം പുറപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ സാലി മാതാജി പറഞ്ഞു, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഏകദേശം രാവിലെ 2 മണിയായിട്ടുണ്ടാവും. അപ്പോൾ പിറ്റ്സ്ബർഗിൽ നിന്നൊരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിൽ കയറി എങ്ങനെയെങ്കിലും കയറി കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരേ സ്ഥലത്ത് തന്നെ ഈ ഗോപാൽ എന്ന് പറയുന്ന ആളിരുത്തി ആ ബസ്സിൽ എങ്ങനെയെങ്കിലും കയറണം സ്വാമി എന്ന് പറഞ്ഞിട്ട്. ബസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന് കുളിക്കാനായിട്ട് കുളിമുറിയുടെ മുമ്പിലുള്ള നാണയങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ പൈസയൊക്കെ ഇട്ട് അങ്ങനെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത രംഗങ്ങൾ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. പല തവണ കുളിച്ച് ശുദ്ധീകരിക്കണം എന്നത് അദ്ദേഹത്തിന്റെ ദിനചര്യയിൽ ഏർപ്പെട്ട ഏറ്റവും വലിയ കാര്യമാണ്. ഇന്ന് കുളിക്കാത്ത മനുഷ്യരാണ് ലോകം മുഴുവൻ കാണുന്നത്. ന്യൂയോർക്കിലെ സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചും അവിടെ ചെന്ന് എന്ത് ഭക്ഷിക്കണം, എന്തൊക്കെ ഭക്ഷിക്കാൻ പാടില്ല, ഇതിനെക്കുറിച്ചൊക്കെ ഗോപാൽ വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പം അവസാനം ഗോപാൽ സ്വാമിജിക്ക് ആ നാണയങ്ങൾ ഒരു ഉറിയിലിട്ട് പൊതിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അത് മാത്രമാണ് ഞങ്ങളുടെ വകയെ അങ്ങേക്ക് കൊണ്ടുപോകാനുള്ളത്, വേറെ ഒന്നും ഞങ്ങളുടെ വകയായിട്ട് അങ്ങേക്ക് കൊണ്ടുപോകാനില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ശ്രീല പ്രഭുപാജിയുടെ ക്ലാസ് വേഗം എടുത്തരാം. കാരണം എനിക്ക് നല്ല ഒരുമാതിരിയാവും. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഉറങ്ങാനും പറ്റില്ല. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഒരു ഈവനിങ് വാക്കിംഗ് ഒക്കെ നടത്തുകയാണെങ്കിൽ കുറച്ച് സ്വസ്ഥത ഉണ്ടാവും. ആ ഒരു ഉറക്കം അങ്ങനെ നിൽക്കും. എന്തായാലും നമുക്ക് ഒരു 2 മണിക്കൂർ നേരമെങ്കിലും ശ്രീല പ്രഭുപാജിയുടെ കഥ ഇന്ന് പറയാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. എല്ലാവർക്കും എല്ലാം നന്മയുണ്ടാവട്ടെ. നാളെ രാവിലെ ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം നാളെ പ്രദോഷമാണ്. എനിക്കിവിടെ അമ്പലത്തിൽ പാല് കൊണ്ടുപോകാനുണ്ട്. അതുപോലെ എനിക്ക് നാളെ വർക്കും ഉണ്ട്. രാവിലെ ഞാൻ എന്തായാലും പൂജ ലൈവ് ഇടാം. ഓക്കെ, ഹരേ കൃഷ്ണ.